സന്തോഷ പുതുപെരുന്നാൾ ശരപുറ്റ തിരുഹജൽ പൊലിവാകും മക്ക സകലരും ഇലാഹിന്റെ പുകൾ പാടും ദിക്കം സമദിന്റെ റഹ്മത്തിൽ കുളിരാടും ഹക്കം സ്തുതിത്ത് റബ്ബിനെ നമിത്ത് മന്ദിരം നദർത്ത് സുന്ദരമേ സ്മരിത്ത് പാവന ചരിത്രമൊത്തിരിയുരത്ത് സന്തതമേ സന്തോഷ പുതുപെരുന്നാൾ ശരപുറ്റ തിരുഹജൽ തിരുവാകും മക്ക സകലരും ഇലാഹിന്റെ പുകൾ പാടും ദിക്കം സമദിന്റെ റഹ്മത്തിൽ കുളിരാടും ഹക്കം സ്തുതിത്ത് റബ്ബിനെ നമിത്ത് മന്ദിരം നദർത്ത് സുന്ദരമേ സ്മരിത്ത് പാവന ചരിത്രമൊത്തിരിയുരത്ത് സന്തതമേ മന്ദിരം നിലകൊണ്ടിടും മണ്ണ് മുമ്പതാവിജനം മരുമേട് ചന്ദിരത്തളി മോനയെടുത്ത് സുന്ദരി മണിഹാജറ പണ്ട് മന്ദിരം നിലകൊണ്ടിടും മണ്ണ് മുമ്പതാവിജനം മരുമേട് ചന്ദിരത്തളി മോനയെടുത്ത് സുന്ദരി മണിഹാജറ പണ്ട് ഒരിറ്റു നീരിന് കുതിച്ചു മണ്ടിയ മികച്ചൊരോർമ്മയിതാ കുരുന്നു പൂമ്പതമടിച്ച സ്ഥാനമിലൊലിച്ച സംസമിതാ സംസം ഉലകിനു തീർത്ഥം കുളിരല ചാർത്തും കരുണതൻ നിറവായുറവായി ഉറവിന്നും മരുഭൂവിൽ തേളി നീരല്ലേ ഉടയോന്റെ ഞാമത്തിൽ പെരുന്നാളല്ലേ ഉറവിന്നും മരുഭൂവിൽ തേളി നീരല്ലേ ഉടയോന്റെ ഞാമത്തിൽ പെരുന്നാളല്ലേ സന്തോഷ പുതുപെരുന്നാൾ ശരപുറ്റ തിരുഹജൽ പൊലിവാകും മക്ക സകലരും ഇലാഹിന്റെ പുകൾ പാടും ദിക്കം സമദിന്റെ റഹ്മത്തിൽ കുളിരാടും ഹക്കം സ്തുതിത്ത് റബ്ബിനെ നമിത്ത് മന്ദിരം നദർത്ത് സുന്ദരമേ സ്മരിത്ത് പാവന ചരിത്രമൊത്തിരിയുരത്ത് സന്തതമേ പൊൻതരുൾ പൂമോനയറുക്കാൻ പൊന്തിയന്ന് ഹലീലിൻ കൈകൾ എന്തൊരർപ്പണ ബോധമിതെന്ന് ഏവരും വാഴ്ത്തി പറയുന്നു പൊൻതരുൾ പൂമോനയറുക്കാൻ പൊന്തിയന്ന് ഹലീലിൻ കൈകൾ എന്തൊരർപ്പണ ബോധമിതെന്ന് ഏവരും വാഴ്ത്തി പറയുന്നു ഉറച്ച തീർപ്പിനെ നിനച്ച ത്യാഗവും സ്മരിച്ച് ഈതണവായി ജഗത്തടങ്കലും മുതിത്ത ദുൽഹജ്ജിൻ ഉണർത്ത് പാടുകയായി പാടും പുളകമിലാടും മൊളിമയിൽ കൂടും തക്ബീർ ധ്വനിയായി സ്തുതിയായി പാടും പുളകമിലാടും തെളിമയിൽ കൂടും തക്ബീർ ധ്വനിയായി സ്തുതിയായി സ്തുതിച്ച് ഈദ് മുബാറക്ക് നേർന്നിടുന്നീതാ സൗഭാഗ്യ പെരുന്നാളിൽ ആദർപ്പമീതാ സ്തുതിച്ചീത് മുബാറക്ക് നേർന്നിടുന്നീതാ സൗഭാഗ്യ പെരുന്നാളിൽ ആദർപ്പമീതാ സന്തോഷ പുതുപെരുന്നാൾ ശരപുറ്റ തിരുഹജൽ പൊലിവാകും മക്ക സകലരും ഇലാഹിന്റെ പുകൾ പാടും ദിക്കം സമദിന്റെ റഹ്മത്തിൽ കുളിരാടും ഹക്കം സ്തുതിത്ത് റബ്ബിനെ നമിത്ത് മന്ദിരം നളിർത്ത് സുന്ദരമേ സ്മരിത്ത് പാവന ചരിത്രമൊത്തിരിയുര
ഉരത്ത് സന്തതമേ, ഉരത്ത് സന്തതമേ. കേരള മാപ്പിള കലാ അക്കാദമി കൊടുവള്ളി ചാപ്റ്ററിൻ്റെയും അതുപോലെ തന്നെ കേരളക്കലയിൽ ഒരു കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ടിൽ വളരെ ശ്രദ്ധേയമായിരുന്ന ടീമായിരുന്നു പട്ടേരി വോയിസ്. ആ പട്ടേരി വോയിസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. വിളയിറ്റൽ പ്രദേശമെന്ന് പറഞ്ഞാൽ കലാകാരന്മാരുടെ, പ്രത്യേകിച്ച് മാപ്പിള കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയുള്ള നാടാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വരെ പേരെത്തിയിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, കലാകാരന്മാരുടെ മാപ്പിള പാട്ട് അല്ലെ മാപ്പിള കലാരംഗത്തുള്ള കലാകാരന്മാരുടെ ഈ ഏരിയ ഒന്ന് ചുറ്റിക്കറങ്ങിയാൽ നമുക്ക് മനസ്സിലാകും. കേരളത്തിൻ്റെ പല സന്ദർഭങ്ങളിലൊക്കെ മാപ്പിളപ്പാട്ടിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ആധികാരികമായിട്ട് അറിവുള്ള ഒരുപാട് ആളുകൾ, അതിലേറ്റവും പ്രധാനിയായിരുന്നു ആദമാഷ്. ആദമാഷെ പറ്റി ഒന്നും പറയുന്നില്ല. ഞങ്ങളൊക്കെ ഇപ്പോൾ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത് ആദമാഷുടെയും ബഹുമാന്യനായ അസമാഷുടെയും മരിച്ചുപോയ പാരീസ് ചന്ദ്രൻ്റെയൊക്കെ ശിവാനന്ദമാഷയൊക്കെ ശിക്ഷണം കൊണ്ട് മാത്രമാണ്. ഈ പരിപാടിയിലേക്ക് വരികയാണ്. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഒരുപാട് ആളുകളും അതുപോലെ തന്നെ പഠിതാക്കളും ഇവിടേക്ക് എത്തി വരേണ്ടതുണ്ട്. ഏതായാലും പരിപാടി നമ്മുടെ സമയത്ത് തന്നെ ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ നമ്മുടെ കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ പൗരൻ സുബൈർ സാറാണ്. സുബൈർ മാഷിനെ നിങ്ങളാരെയും പരിചയപ്പെടുത്തേണ്ടതില്ല. ഇവിടെ അടുത്ത പ്രദേശത്തുകാരനാണ്, ഈ വട്ടോളിക്കാരനാണ്, ഈ നാടിൻ്റെ ഹൃദയം അറിയുന്ന MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തെ ഈ കമ്മിറ്റിക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ഈ വേദിയിലുള്ള സമാഷയും പരിചയപ്പെടുത്തണമെന്ന് ഈ സദസ്സിനെ പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല, അത് അധികപ്പറ്റായി പോകും. ഒരുപാട് കാലമായി നമ്മൾ ഒരു 10 പാട്ട് മൂളിയാൽ, പ്രത്യേകിച്ച് മത്സരവേദികളിൽ, സ്കൂൾ കലോത്സവങ്ങളിൽ അധിക ഒപ്പനപ്പാട്ടുകളും അല്ലെ അധിക ഒപ്പനപ്പാട്ടിൻ്റെയും ആദ്യത്തെ അടി, ഒപ്പനപ്പാട്ട് അങ്ങനെ പാട്ട് മിക്സ് ചെയ്താണല്ലോ ഉണ്ടാവുക, അതിലാദ്യത്തെ 4 വരി ഒന്നുകിൽ അസമാഷായിരിക്കും, അല്ലെങ്കിൽ വടകരയുള്ള മൊയ്തുമാഷയുടെ ആയിരിക്കും. ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുണ്ട്, ഒന്നും ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. വയലോരത്ത്, തക്ബീർനാഥം, ഒരുപാട് ഗാനങ്ങൾ. അത് തന്നെ പട്ടേരി വോയിസിൻ്റെ നെടുന്തൂണുകളിൽ പ്രധാനപ്പെട്ട ഒരു ശക്തിയായിരുന്നു അസമാഷ്. മാപ്പിള പാട്ടുരംഗത്ത് അസമാഷിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ വേദിയിലുള്ള കുഞ്ഞഹമ്മദ് മാഷ് പട്ടേരി വോയിസിൻ്റെ സുവർണ കാലഘട്ടത്തിൽ, അതിന് മുമ്പേ കണ്ണൂരിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. പട്ടേരി വോയിസിൻ്റെ ഒരു സുവർണ കാലഘട്ടത്തിൽ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടോയെന്നറിയില്ല, പലരും മുഖങ്ങളിലും പരിചയം കാണുന്നുണ്ട്. ഡബിൾ വോയിസിൽ, സ്ത്രീ ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലും ഒരേപോലെ ഗാനം ആലപിക്കുന്ന അപൂർവം ആളുകളിൽ വളരെ പ്രശസ്തനായിരുന്നു കുഞ്ഞഹമ്മദ് മാഷ്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ചാക്കീരി അഹമ്മദ് കുട്ടിയിൽ നിന്ന് ഗാനത്തിന് അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ്. ഹൈ പിച്ചിൽ അന്ന്, ഇന്നൊക്കെ ഇഷ്ടംപോലെ ഗായകരുണ്ട്, അന്ന് ശ്രദ്ധേയമായി ഞങ്ങൾ പട്ടേരി വോയിസിൻ്റെ ഗാനമേള വേദികളിൽ വളരെ ഹൈ പിച്ചുള്ള ഗാനങ്ങൾ വളരെ സുന്ദരമായി അവതരിപ്പിച്ചിരുന്ന ഒരു പ്രശസ്ത ഗായകൻ. നിങ്ങളൊക്കെ പ്രത്യേകിച്ച് പാടാൻ പാട്ടിലെ അംഗങ്ങളൊക്കെ
ആദം മാഷിനെ പറ്റിയും അസം മാഷെ പറ്റിയും കുഞ്ഞുമുഹമ്മദ് മാഷയെ പറ്റിയൊക്കെ പഠിക്കണമെന്ന് കൂടി ഈ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇതിനുവേണ്ടി വല്ലാതെ സേവനമനുഷ്ഠിച്ചവരാണ്. കുഞ്ഞുമുഹമ്മദ് മാഷയും ഈ വേദിയിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് വേദിയിലുള്ളത് മുഹമ്മദ് അലി കട്ടിപ്പാറയാണ്. കേരള മാപ്പിള കലാ അക്കാദമിയുടെ ചാരിറ്റി വിങ്ങിൻ്റെ ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ കമ്മിറ്റിക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് മുഹമ്മദ് അലി കട്ടിപ്പാറയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെയുള്ളത്. കൂടുതൽ സംസാരമല്ല വേണ്ടത്. നമ്മളെല്ലാവരും പാട്ട് കേൾക്കാനും പാട്ട് പാടാനും വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗമൊന്നും നടത്തുന്നില്ല. നേരെ ഉദ്ഘാടകനെ ക്ഷണിക്കുകയാണ്. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ അനിഷേധ്യനായ പ്രസിഡന്റ് സി സുബൈർ മാസ്റ്റർ അവർകളാണ്. വേദിയിലിരിക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ അബ്ദുറഹ്മാൻ സാഹിബ്, നമ്മുടെ എളൈറ്റിലും പരിസരങ്ങളിലുമുള്ള കല മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ കേരള മാപ്പിള കലാ അക്കാദമി കൊടുവള്ളിയുടെ ചാപ്റ്റർ വിങ്ങിൻ്റെയും അതേപോലെ പട്ടേരി ബോയ്സിൻ്റെയൊക്കെ പ്രഗത്ഭരായ നേതാക്കന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ബക്രീദുമായി ബന്ധപ്പെട്ട് നമ്മളൊരു മെഹർചാൻ 2026 എന്ന രൂപത്തിൽ ഒരു സംഗീതവും അതോടൊപ്പം നമ്മുടെ ഇടയിൽ ജീവിച്ച് നമ്മുടെ എല്ലാ കലാരംഗത്തും പ്രചോദനമായി മാറിയിട്ടുണ്ടായിരുന്ന ആദൻകായുടെ ഒരു അനുസ്മരണവുമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ട സദസ്സിന് മുമ്പിൽ എന്ന് തന്നെ പറയാം, നമ്മുടെ സംഗീത കുടുംബത്തിലുള്ള ഈ പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് വേദിയിലിരിക്കുന്ന ഫൈസൽക്കായി ആയിരുന്നാലും കുഞ്ഞമ്മദ്ക്കായി ആയിരുന്നാലും എല്ലാവരും നമുക്ക് അറിയാവുന്ന ഈ ഒരു ആളുകൾ മാത്രമാണ് നമുക്കിവിടെ കാണാനുള്ളത്. അല്പസമയം കൂടി കഴിയുമ്പോൾ കുറച്ചാളുകളൂടെയൊക്കെ തീർച്ചയായിട്ടും വരും. വളരെ മുമ്പ് മുതൽ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് മാപ്പിളപ്പാട്ടും അതേപോലെ സംഗീതവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും അതിനുള്ള വേദികൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ പൂർവികരായ ആളുകൾ അവരുടെ അടുത്ത തലമുറകളിലേക്ക് കൈമാറുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് പ്രചോദനവും അവസരവും നൽകിക്കൊണ്ട് ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ നാടുകളിൽ ആരംഭിക്കാനായിട്ട് സാധിച്ചു. അത് രചിക്കുന്ന ആളുകളും അവതരിപ്പിക്കുന്ന ആളുകളും ഉപകരണങ്ങൾ വായിക്കുന്ന ആളുകളുമായി ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ അവസരങ്ങൾ ലഭിക്കുകയും ഇതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. വളരെ നിശബ്ദമായി ഈ ഒരു മേഖലകളിൽ പ്രവർത്തിച്ച് മറ്റു ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താതെ മറ്റാളുകളിൽ നിന്ന് മറ്റെന്തെങ്കിലും അധികാരങ്ങളോ അല്ലെങ്കിൽ സ്ഥാനങ്ങളോ പിടിക്കാനൊന്നും വെമ്പാതെ വളരെ നിശബ്ദമായി ജീവിച്ചു പോയിട്ടുള്ള പ്രിയപ്പെട്ട ആദംകൈ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടിവിടെ പ്രഭാഷണങ്ങൾ നടക്കാനും പോകുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ഒരു പരിപാടി ഈ ബക്രീദുമായി ബന്ധപ്പെട്ട ദിവസം നമ്മുടെ തൊട്ടടുത്ത ദിവസം തന്നെ പ്രദേശത്ത് സംഘടിപ്പിക്കുകയും ഇതിലേക്ക് വരികയും ചെയ്തിട്ടുള്ള ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും പ്രത്യേകമായി ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അഹമ്മദ് ആബിലോറയും ഫൈസൽക്കായ ഇവരൊക്കെ വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, എന്തായിരുന്നാലും ഒന്ന് വന്ന് പോകണം എന്ന് പറഞ്ഞ ആ ഒരു സന്തോഷം കൂടി എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രസംഗത്തിൻ്റെ സമയം അല്ല എന്നുള്ളത് കൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതിന് കൈയൊക്കെ പറ്റി നമ്മൾ ഓർക്കുമ്പോഴൊക്കെ തന്നെ ഒരു വല്ലാത്ത മനസ്സിന്, കാരണം ഞങ്ങളൊക്കെ ദീർഘകാലം ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ള ആളുകളാണ്. ആ സമയങ്ങളിലൊക്കെ തന്നെ നേരിട്ട് എല്ലാം അറിയാവുന്നത് കൊണ്ട് അദ്ദേഹമൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള വലിയ സ്ഥാനങ്ങളും സംഭാവനകളൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ MJR സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഒപ്പനയിലൊക്കെ അന്ന് അതങ്ങോട്ട് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ജില്ലയിലും സംസ്ഥാന തലത്തിലും സ്ഥാപനത്തിനും നാടിനും പേരുണ്ടാക്കുന്ന രൂപത്തിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഗ്രേസ് മാർക്ക് അടക്കം എല്ലാം നേടുന്ന തരത്തിലുള്ള വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണത്തോടു കൂടി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് പ്രയത്നിച്ചിട്ടുള്ള ഈ കൊടുവള്ളി ചാപ്റ്ററിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നല്ല സംഗീതത്തിൻ്റെ അവസ്ഥകളിലേക്ക് പോകാൻ വേണ്ടി കാതോർത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് പ്രസംഗിക്കുന്നത് ശരിയല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ഒരു പരിപാടി നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, അധ്യക്ഷൻ മുസ്തഫ മാഷ്, പിന്നെ അസം മാഷ്, ഫൈസൽക്കായി, പഞ്ചായത്ത് പ്രസിഡന്റ് സുബൈർ മാഷ് അടക്കമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ വലിയൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. കേരള മാപ്പിള കലാ അക്കാദമി കൊടുവള്ളി ചാപ്റ്ററും അതുപോലെ പട്ടേരി വോയിസ് നേടിയ നാടും, ഇത് നമ്മുടെ നാടിൻ്റെ ഒരു വല്ലാത്തൊരു സുഹൃതമാണ് ശരിക്കും ഇങ്ങനെ പറയുന്നത്. കലാ സാംസ്കാരിക രംഗം വളരെ സജീവമായ ഒരു പ്രദേശത്ത് നമ്മളിങ്ങനെ അതിൻ്റെ ആലോചനകളിൽ നിരന്തരം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കേരള മാപ്പിള കലാ അക്കാദമി കഴിഞ്ഞ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ശാസ്ത്രീയമായ രീതിയിൽ പാട്ട് അഭ്യാസനമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു അക്കാദമിയുടെ പല ചാപ്റ്ററുകളെയും എനിക്കറിയാം. അതിൽ നിന്നൊക്കെ വിഭിന്നമായി ക്രിയാത്മകമായ ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു ചാപ്റ്ററാണ് പട്ടേരി വോയിസ് എന്ന് പറയുമ്പോൾ. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെയൊക്കെ പാട്ടിൻ്റെ പര്യായമായി നിന്ന ഒരു സംവിധാനമാണ്. ചക്കിരണ്ടിലെ അമ്മൂട്ടിക്കായും കുഞ്ഞമ്മദ് മാഷും നമ്മുടെ കരുമ്പാപ്പയിൽ ഇക്ബാലും അങ്ങനെ ഒരുപാട് ആളുകൾ, അസമ്മാഷയും ആദൻകായിൻ്റെയും ഒരു വലിയ പിന്തുണ ആ ഒരു സംഘടനാ സംവിധാനത്തിനുണ്ടായിരുന്നു. ആ ഓർക്കസ്ട്രയ്ക്ക്, ഫൈസൽക്കായും ഒക്കെ അതിൽ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് അത് കണ്ടാണ് പാട്ടിനോടുള്ള ഇഷ്ടം തുടങ്ങിയത്. ഒരുപാട് ഓർമ്മകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഈ ആദൻകായി ഇവിടെ ഉണ്ടായിരുന്ന കടയിൽ ഒരു ഹാർമോണിയം വായിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എൻ്റെ വളരെ കുട്ടിക്കാലത്തെ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്. അവരുടെ പട്ടേരി വോയിസിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടത്തിലെ ചില മുഹൂർത്തങ്ങൾ പകർത്തിയെടുത്ത ഒരു ചിത്രമാണത്. കേരളത്തിൽ ഇപ്പോൾ മാപ്പിളപ്പാട്ട് രംഗത്തെ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഒരു സംവിധാനം, ഒരു ക്ലബ്ബുണ്ടായിരുന്നു, അത് വളരെ സജീവമായി ഒരു കാലത്ത് ഇടപെട്ടതായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലാണ് നമ്മളിന്നിവിടെ ആദംകായുടെ ഒരു അനുസ്മരണം നടത്തുന്നത്. MP ഇബ്രാഹിം മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ അനുസ്മരണം ഈ നടത്തുന്നതിൽ ഒരു കാര്യം എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമായിട്ട് ഞാൻ ഇബ്രാഹിം മാഷോട് തന്നെ പറഞ്ഞു. നമ്മൾ അനുസ്മരണം നടത്തുമ്പം ഈ അനുസ്മരിക്കുന്ന ആളെ ഒന്ന് അറിയുന്ന ആളായിരിക്കണം അറ്റ്ലീസ്റ്റ് എന്ന്. അത് ഈ കാര്യത്തിൽ മാപ്പിള അക്കാദമി വിജയിച്ചിരിക്കുകയാണ്. കാരണം സുബൈർ മാഷായിരുന്നാലും അസം മാഷായിരുന്നാലും ഞാനായിരുന്നൊക്കെ ആദൻകായി അറിയുന്നവരാണ്. പലപ്പോഴും നമ്മൾ അനുസ്മരണ പരിപാടിയിൽ കാണാറത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളെയാണ് വിളിക്കുക. അവർ എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടേ എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും. പക്ഷേ അവർക്ക് വരെ പരിചയപോലും ഉണ്ടാവില്ല. സുബൈർ മാഷ് വർഷങ്ങളായി ആദൻകായുടെ കൂടെ MJയിൽ അവർ സഹപ്രവർത്തകരായി നിന്ന ആളാണ്. ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണത്. അതുകൊണ്ട് ആ ഒരു അസമാഷായാലും അതൊക്കെ ഒരു സെലക്ഷൻ. അവർ ഒന്നിച്ച് നമ്മൾ ഇവർ രണ്ടുപേരെയും ഒരുപോലെയാണ് പിന്നെ എപ്പോഴും കാണാറുള്ളത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ സംഗീതം പഠിച്ച ആളുകളാണ് അവർ. ഇന്നത്തെ പോലെ ഒരു കാലഘട്ടമല്ല അത്. ഇന്നിപ്പോൾ സംഗീതം പഠിക്കാൻ എത്രയോ സംവിധാനങ്ങൾ. മോയിൻകുട്ടി വൈദ്യർ മാപ്പിള അക്കാദമിക്ക് ഏതാണ്ട് 10-ലധികം ഓഫ് ക്യാമ്പസുകളുണ്ട്. ആ ഓഫ് ക്യാമ്പസുകളിൽ സലാമാഷൊക്കെ അറിയാം, അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഓരോ സ്ഥലത്തും ഇപ്പോൾ മഞ്ചേരിയിലെ ജെയിൻ അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മലപ്പുറത്ത് 50-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഓരോ ആഴ്ചയിലും. അഷ്റഫ് മഞ്ചേരിയുടെ സ്ഥാപനത്തിൽ 100-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സംഗീതം പഠിക്കാനും പാട്ട് പഠിക്കാനും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് ജീവിച്ചവരാണ് ഞങ്ങളൊക്കെ. എന്നാൽ അതൊക്കെ വലിയ ഭാഗ്യം ചെയ്ത ഈ ഒരു ഭാഗ്യം ചെയ്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന പുതിയ തലമുറയിലെ ആളുകൾ. കാരണം അവർക്കിങ്ങനെ ഒരു ചിട്ടവട്ടം ഉണ്ടാവുക, ഒരു സിലബസ് ഉണ്ടാവുക. കഴിഞ്ഞ 2 ദിവസം മുമ്പ് അതിൻ്റെ ഒരു പൂർണ്ണമായ അവസ്ഥയിലേക്ക് MJയിലെ ക്യാമ്പസ് എത്തിയിരിക്കുകയാണ്. അവരൊക്കെ ബിരുദം നേടിയ ആളുകളായി പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സൗകര്യമൊക്കെ നമുക്കിപ്പോഴുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത കാലത്താണ് അസമാഷു ആദൻകായും ഒക്കെ സംഗീതം പഠിച്ചതും ചക്കരണ്ടി അമ്മൂട്ടിക്കായും ഒക്കെ ഈ ട്രൂപ്പ് മുന്നോട്ട് നയിച്ചതും. പാട്ടുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ വളരെ മോശമായി കണ്ട ഒരു
ഒരു സമൂഹമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മദ്രസയിൽ ഈ പട്ടേരി വോയിസിൽ പാട്ട് പാടിയിരുന്ന സൈഫു എൻ്റെ ബന്ധുവാണ്. ഞങ്ങൾ കൂടെ ഒന്നിച്ച് പിന്നെ പഠിച്ചവരാണ്. അപ്പോൾ മദ്രസയിലൊക്കെ വന്നിട്ട് ഉസ്താദുമാരൊക്കെ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉത്തരം മുട്ടിച്ചിട്ട് എന്നിട്ട് അതിന് പിന്നെ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്യുക. മാത്രമല്ല, ഇന്നലെ രാത്രി ഇങ്ങനെ പാട്ട് പാടാൻ പോയിട്ടല്ലേ, അതാണ് പഠിക്കാത്തതിന് കാരണമെന്ന് ഉണ്ടാക്കി തീർത്ത ഒരു കാലഘട്ടം. ഞാൻ അവരെയും കുറ്റപ്പെടുത്തുന്നില്ല, അന്നത്തെ ഒരു സിസ്റ്റം അങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ അതൊക്കെ അസമാഷൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാട്ട് പഠിക്കാൻ പോകുന്ന കാര്യം വീട്ടിലറിഞ്ഞാൽ പ്രയാസമാണെന്ന് കരുതിയിട്ട് ഈ വാപ്പായുമായി കുടുംബക്കാരെയൊക്കെ ഒളിച്ച് ഈ ചെളന്നൂരും മറ്റുള്ള പ്രദേശങ്ങളിലും പോയിട്ടൊക്കെ സംഗീതം പഠിക്കുക. അപ്പോൾ അവരൊക്കെ വലിയ ത്യാഗം ചെയ്ത ആളുകളാണ്. അതാണ് നമ്മുടെ ഓർമ്മയിൽ നമ്മൾ ഇതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നീതി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഓർമ്മയിൽ അതിജീവിതത്തിൽ നമ്മൾ എത്രത്തോളം സീരിയസ് ആണ് ഈ വിഷയത്തിൽ നിന്നെല്ലാം ആലോചിക്കുമ്പോഴാണ് യഥാർത്ഥ അനുസ്മരണമാകുന്നത്. ആദംകായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ മേഖലയെ തൻ്റേതായ രീതിയിൽ നോക്കിക്കാണുകയും അതിനുവേണ്ടി ഒരുപാട് അധ്വാനിക്കുകയും ചെയ്ത ആളാണ്. പഴയകാലത്തെ സംഗീത പഠനം അതല്ല, അതിനപ്പുറം അദ്ദേഹം ഈ മേഖലയിൽ സ്വന്തമായൊരു രീതി ഉണ്ടാക്കുക. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ നമ്മുടേതായ ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാം. അത് ഞാൻ പറയാനുള്ള കാരണം ആദംകായ് ചെയ്തത് ഞാൻ മനസ്സിലാക്കിയ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പോൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളില്ലാതെ ഈ ലോകത്തൊരു കാര്യവും നടക്കുകയില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ഒപ്പന എന്ന് പറയുന്ന കല ഇപ്പോൾ അവതരിപ്പിക്കുന്ന പരിശീലകന്മാരിൽ കൂടുതൽ ആളുകളും ഒരേ പാറ്റേൺ ചെയ്യുന്ന ആളുകളാണ്. അതിനവർക്കൊരു മാതൃക എന്ന് പറയുന്നത് സംസ്ഥാനത്ത് 1ാം സ്ഥാനം നേടിയ ഒരു ഒപ്പനയുടെ മാതൃകയാണ്. ഇപ്പോൾ കോഴിക്കോട് UV മുഹമ്മദ് അലിയൊക്കെ പഠിപ്പിക്കുന്ന ഒപ്പനയാണ് ഒരു കാലത്ത് ഒപ്പനയുടെ ഒരു മാതൃകയായി ഉണ്ടായിരുന്നത്. അത് വെച്ചാണ് ഇന്നത്തെ പരിശീലകന്മാരെ മുഴുവനും അതിൻ്റെ ഒരു പാറ്റേണിലാണ് ഇപ്പോഴും ഒപ്പന മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത്. ഇപ്പോൾ മുസ്തഫ മാഷക്കും MP അദ്രയ മാഷൊക്കെ അത് കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴും ആ പാറ്റേണിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒപ്പന എന്താണെന്ന് ഇപ്പോഴും യഥാർത്ഥ രീതിയിൽ ഒപ്പന തനിമയിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള ഒരു നിലപാടുമായി താൻ അന്വേഷിച്ച കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ അത് എങ്ങനെ പുതിയ തലമുറക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ആദംകായ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് മൂപ്പര് മനസ്സിലാക്കിയ ഒപ്പനയായിരുന്നു പഠിപ്പിക്കാറുള്ളത്. അതുകൊണ്ടാണ് ആ ഒപ്പന വ്യത്യസ്തമായി നിന്നതുകൊണ്ട് തന്നെയാണ് ആദംകായെ ആ മേഖലയിലുള്ള ആളുകളൊക്കെ ശ്രദ്ധിച്ചത്. അപ്പോൾ അയാൾ ചെയ്യുന്നത് പോലെ ഇപ്പോൾ ഇന്ന് ഏതാണ്ട് ഒപ്പന മേഖലയിൽ ഒരുപാട് സ്ഥിരപ്രതിഷ്ഠ നേടിയ പരിശീലകന്മാർ ഒരുപാട് ആളുകളുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് കമ്പോസ് ചെയ്യുന്നൊരു സാധനമാണ്. അത് ഒപ്പനയെ മനസ്സിലാക്കി ചെയ്യുന്ന കാര്യമൊന്നുമല്ല. എന്നാൽ ഈ 10 മിനിറ്റ് നേരത്തേക്ക് എന്തൊക്കെ ചെയ്യണം, അത് എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഏടുകളൊക്കെ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ശേഖരിച്ച് അത് ചിട്ടപ്പെടുത്തി പുതിയ തലമുറക്ക് പഠിപ്പിക്കുന്ന രീതിയിൽ താൻ മനസ്സിലാക്കിയ ഒപ്പന ഇതാണെന്ന്. കാരണം ഏറ്റവും ഞാനിത് ഒപ്പനയെക്കുറിച്ച് ഉള്ള ഒരു സാധാരണ താളിൽ അപ്പുറം ഒറ്റ കാര്യം സിമ്പിളായിട്ട് പറയാം. ഒപ്പനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഇത് തിരുവാതിരക്കളി പോലെ മാർഗം കളി പോലെ ഓരോ സമൂഹത്തിന് അനുവദിച്ച് കിട്ടിയതുപോലെ മുസ്ലിം സമൂഹത്തിന് കിട്ടിയ ഒരു അനുവദിച്ച കല എന്നുള്ള രീതിയിൽ ഇതിനെ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. മാത്രമല്ല ഇന്ന് ഇപ്പോൾ ഒപ്പന എന്ന് പറയുന്നത് തനിമയാണ്, ഇത് ഡാൻസ് ഫോം. ഇത് 1964 കുട്ടിക്കുപ്പായം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു കൊട്ടാ പൊന്നുണ്ടല്ലോ എന്ന പാട്ടും പുള്ളിമാനല്ല മരില്ല എന്ന പാട്ടിനും വേണ്ടി MS ബാബുരാജ് ആണ് ആദ്യമായിട്ടൊരു ഒപ്പന സിനിമയിൽ കൊണ്ടുവരുന്നത്. അതിന് കോഴിക്കോട്ട് PN മാലിക്കോയക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ഒപ്പന സംഘത്തിൻ്റെ സഹായം അവർ തേടി. അപ്പോഴും അത് സിനിമാറ്റിക് ഡാൻസ് രൂപത്തിലായിരുന്നു അത് അവതരിപ്പിച്ചത്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ മൊല്ലാക്ക വരുന്നതും അമ്മായി ഉണ്ടാകുന്നതും ഒപ്പനയിൽ നിങ്ങൾ പഴയ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. അതൊക്കെ ഒരു തമാശ രൂപത്തിലായി ഇതിനെ കണ്ടിരുന്നത്. എന്നാൽ ഇതൊന്നും അല്ല ഒപ്പന എന്ന് UV മുഹമ്മദിൻ്റെ ഇതിനെ ഒന്ന് ആറ്റിക്കുറുക്കിയെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃക എല്ലാവരും പിന്തുടർന്നു. പക്ഷേ അതുമല്ല, ഒപ്പന ഇനിയും തനിമയിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് കൃത്യമായിട്ട് ആദംകായ് അതിനെക്കുറിച്ച് പഠിച്ച് അവതരിപ്പിച്ചാണ് MJ ഹൈസ്കൂളിലൊക്കെ പിന്നീട് അവതരിപ്പിച്ചത്. ചിലപ്പോൾ അതിന് 1ാം സ്ഥാനം കിട്ടി. അപ്പോൾ നമ്മുടെ ഒരു മാനദണ്ഡം 1ാം സ്ഥാനം കിട്ടുമെന്നുള്ളതാണ്. സംസ്ഥാനത്ത് 1ാം സ്ഥാനം കിട്ടിയോ ഇല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലുള്ള മുഴുവൻ ഒപ്പന പരിശീലകരും ആശ്രയിക്കുന്ന ഒരാളാണ് ആദംകായ്. കേരളത്തിലെ മുഴുവൻ ഒപ്പന പരിശീലനം എനിക്ക് നേരിട്ടറിയാവുന്ന ഇന്ന് നമ്മൾ കാണുന്ന പ്രഗത്ഭരായ ആളുകൾ മുഴുവനും ഒപ്പന. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് അറിയാം, സീസൺ ആകുമ്പോൾ അവിടെ ആളുകൾ വരും, ചോദ്യങ്ങൾ ചോദിക്കും, സംശയങ്ങൾക്ക് നിവാരണം വരുത്തും.
എന്നാൽ ആദം കായ്ക്ക് ഇതുവരെ ഒരു ഒപ്പനക്ക് സംസ്ഥാന സ്കൂൾ യൂണിവേഴ്സിറ്റി 1ാം സ്ഥാനം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊക്കെ അത് സംസാരിക്കാൻ പറഞ്ഞത് അതല്ല അതിൻ്റെ മാനദണ്ഡം. 1ാം സ്ഥാനം നേടുന്ന ഒപ്പന ഏറ്റവും നല്ല ഒപ്പനയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു മാനദണ്ഡമേ അല്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുക എന്നുള്ള ഈ ഒരു മേഖലയോട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രതിബദ്ധതയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അങ്ങനെയാണ് അദ്ദേഹം ഒരു ഒപ്പന കമ്പോസ് ചെയ്യുന്നത്. ഇത് കണ്ടാണ് കക്കോടിയിലെ കാതിരിക്കോയ മാഷ് അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യം തുടങ്ങാൻ ആരംഭിച്ചപ്പോൾ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുകയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്വഭാവമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ MJയിലുണ്ട്, അക്കാഡമിയുണ്ട്, പിന്നെ കോഴിക്കോട് തന്നെ കൊളത്തറയിലുണ്ട്, മലപ്പുറത്ത് ഒരുപാടുണ്ട്. ആ അക്കാഡമിയിലൊക്കെ സാധാരണ പോയിട്ട് നമ്മൾ 1-2 മണിക്കൂർ ക്ലാസ് എടുത്ത് അതിന് ഫീസ് കൊടുത്ത് പോരുകയാണ്. ഇതൊരു സിസ്റ്റം ഇവിടെയുണ്ട്. ഈ സിസ്റ്റം ഇല്ലാത്ത കാലത്ത് കക്കോടിയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണ്. അങ്ങനെയാണ് ആദം കായ് അവിടെ എത്തുന്നത്. അദ്ദേഹം അതിൻ്റെ പരിശീലകനാവുന്നു, അവിടുത്തെ ഇൻസ്ട്രക്ടറാവുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പന കണ്ട 1ാം സ്ഥാനം ലഭിക്കാത്ത ഒപ്പന കണ്ട പ്രഗത്ഭനായ കാതിരിക്കോയ മാഷ് ഇതാണ് ഞാൻ അന്വേഷിക്കുന്ന ഒപ്പന എന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു തനിമയാർന്ന ഒപ്പന അവതരിപ്പിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒപ്പനയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു. അങ്ങനെയാണ് ആദം കായ് ഇവിടെ ഒപ്പനയുടെ ഒരു വല്ലാത്ത മാതൃകയാവുന്ന തരത്തിൽ തൻ്റെ കാഴ്ചപ്പാടുകൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പട്ടേരി വോയിസിൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷം, ഇപ്പോൾ അങ്ങോട്ട് ഗൾഫിൽ പോയി ആ ഓർക്കസ്ട്ര സംവിധാനം ഇല്ലാതായ കാലഘട്ടത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു കാതിരിക്കോയ മാഷിൻ്റെ അടുത്ത് എത്തുക എന്നുള്ളത്. അപ്പോൾ ഞാനൊക്കെ എന്നൊക്കെ ശരിക്കും അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുന്നതൊക്കെ ആദം കായാണ്. ഞാൻ ശരിക്കും അവിടെ അനൗൺസറായിട്ട് പോയ ആളാണ്. ആ പരിപാടിയെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനും അതിനൊന്ന് കോമ്പയറിങ് നടത്തി ഒരു മാസ്റ്റർ ഓഫ് സെറിമണി എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കാനുമായിട്ടാണ് എന്നെ അതോടെ കൊണ്ടുവന്നത്. ഞാനും അവിടുത്തെ ഒരു അധ്യാപകനായി മാറുകയായിരുന്നു. ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് പിന്നെ ബസ് ചാർജ് കൊടുക്കുകയും ഉച്ചക്ക് ഭക്ഷണം കക്കോടിയിലെ ഷെറീന ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമായിരുന്ന ഒരാളായിരുന്നു ഈ കാതിരിക്കോയ മാഷ്. കാതിരിക്കോയ മാഷ് അത്രയും ഇഷ്ടമായിരുന്നു ആദം കായുടെ ഒപ്പനയും രീതിയും ഒക്കെ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ഒപ്പന അവതരിപ്പിക്കാൻ സാധിച്ചു. ഡൽഹിയിൽ, കൽക്കത്തയിൽ, ഞാൻ ആ യാത്രകളൊക്കെ അഷ്റഫ് കൽക്കത്തയിൽ അന്ന് വന്നിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അഷ്റഫ് ഒക്കെ അന്ന് നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. കൽക്കത്തയിൽ, ഡൽഹിയിൽ, തിരുവനന്തപുരത്ത്, ബാംഗ്ലൂർ, ഇങ്ങനെയുള്ള ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഒപ്പന എന്ന കലയുടെ യഥാർത്ഥ എം എൻ കാരശ്ശേരി മാഷ് 1996 കൽക്കത്തയിൽ നടന്ന കേരളോത്സവത്തിൽ ആദം കായുടെ ഒപ്പന കണ്ടിട്ട് ഞങ്ങളോടൊക്കെ പറഞ്ഞു, ഈ മനുഷ്യനെയാണ്, ഇവരൊക്കെയാണ് യഥാർത്ഥ കല കൊണ്ട് നടക്കുന്നത്. ഇപ്പോഴും കാരശ്ശേരി മാഷ് കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആദം കായുടെ വീട്ടുകാരെ പറ്റിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അത്രയ്ക്കൊരു ബന്ധം ഈ കല മനസ്സിലാക്കി. അങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെ ആദം കായ് നമ്മളുടെ ഇടയിൽ ഇങ്ങനെ ഒരാളായി നടന്നു പോകുന്നത് നമ്മളത് ശ്രദ്ധിക്കാതെ പോയതാണ്. കേരള ഫോക്ലോർ അക്കാഡമിയും സംഗീത നാടക അക്കാഡമിയും മോയിൻകുട്ടികൾ അക്കാഡമിയും ഒക്കെ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഒപ്പനയുടേത് നടത്തുമ്പോൾ പ്രിയപ്പെട്ട ആദം കായ് അന്വേഷിച്ച് വരികയായിരുന്നു. ഞാനിതൊക്കെ പറയാൻ കാരണം അന്നൊക്കെ ഞാൻ തന്നെ കൂടെ പോകണമെന്നാലേ ആദം കായ് പോവുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഒരു ഫോൺ നമ്പർ പോലും സ്വന്തം ഫോൺ നമ്പർ കൊടുക്കുകയില്ല. കാരണം ഞാനും കൂടി മൂപ്പർക്ക് അതൊരു സൗകര്യമായിരുന്നു ഉള്ളതാണ്. അപ്പോൾ അന്നൊന്നും എനിക്കും അത്ര തിരക്കൊന്നുമില്ല. ഞങ്ങൾ ഒന്നിച്ചങ്ങനെ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാനുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ കാലഘട്ടത്തിലെ രസകരമായ സംഭവങ്ങളും ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലും ഒക്കെ ഒരുപാട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ മാപ്പിളപ്പാട്ടിൻ്റെയും അല്ലെങ്കിൽ ഒപ്പനയുടെയും ഒരു എന്താ പറയുക അക്ഷയഖനി എന്നൊക്കെ പറയുന്ന വിവരങ്ങളുടെ ഒരു വലിയ കലവറയായി നമ്മുടെ മുമ്പിൽ ആദം കായ് നിന്നു. അപ്പോഴും ഞാനിങ്ങനെ ഈ ഒരു തരത്തിൽ ആലോചിക്കേണ്ട ആളാണ്, വിചാരിക്കേണ്ട ആളാണെന്നൊന്നും മൂപ്പർക്ക് അങ്ങനത്തെ വിചാരം ഉണ്ടായിരുന്നില്ല. നമ്മുടെ MJ സ്കൂളിൽ സ്റ്റാഫായിട്ട് അല്ലെങ്കിൽ അതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ വിനയാന്വിതനായി അങ്ങനെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കൊക്കെ അദ്ദേഹത്തോടുള്ള വലിയൊരു പ്രതിബദ്ധത എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സാധാരണ നമ്മൾ ഈ നികത്താനാവാത്ത വിടവ് എന്നൊക്കെ പറയും. ഒരു ഫീൽഡിനെ കുറിച്ച് ഒരാൾ മരിച്ചാലൊക്കെ പറയും, ഇല്ലാതായാലൊക്കെ പറയും. ഞാൻ ഇപ്പോഴെല്ലാ വർഷവും അസമാഷൊക്കെ അറിയാം അനുഭവിക്കുന്ന വലിയൊരു പ്രയാസം. പക്രമാഷ് ഞങ്ങളൊക്കെ എപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്ന് വെച്ചാൽ ഈ പരിശീലന ക്ലാസ്സുകൾ നടത്തും, ഈ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ നടത്തും, ഈ കലാപരിശീലന കോഴ്സുകളൊക്കെ നടത്തും. ഇതിന് ഒരു രണ്ടും കൂടി ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ടർ ആരുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴും നിലവിലില്ല എന്നുള്ളതാണ്. ഇത് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഒരു ഒപ്പന പഠിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ഈ മേഖല 100 ചില്ലാണ് ആളുകളൊക്കെ ഇപ്പോൾ എനിക്ക് തന്നെ 100 ആളുകളെ പരിചയമുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് അറിഞ്ഞ് പഠിപ്പിക്കാൻ, ഇതിൻ്റെ ഒരു തിയറിയെക്കുറിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒപ്പനയെക്കുറിച്ച് പിന്നെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കാൻ ഇന്ന് കേരളത്തിൽ ഒരാളില്ല എന്നത് 3 വർഷമായി 2 വർഷം അധികമായി ആദം കായ് നമ്മൾ
വിട്ടുപിരിഞ്ഞിട്ട് അതിന് 2-3 വർഷം മുമ്പ് വരെ അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. അതിനുശേഷം ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന, ഈ മേഖലയിലുള്ള പലരും അനുഭവിക്കുന്ന ഒരു പ്രയാസം ഇങ്ങനെ ഒരാളില്ല എന്നുള്ളതാണ്. അതാണ് അപ്പോൾ മറ്റ് പരിശീലകരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നത്. ഓരോ വർഷവും വലിയ വലിയ പരിശീലകർ അദ്ദേഹത്തിൻ്റെ വന്ന് ഈ ട്യൂണ് ഞാൻ ഇങ്ങനെ ചെയ്താൽ പോരെ, അങ്ങനെ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് അന്വേഷിച്ച് ആളുകളൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഒരുപാട് ആദരവുകൾ, അംഗീകാരങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് പരിഭവമുണ്ട്. ആദനക്കായ്ക്ക് വേണ്ടത്ര അംഗീകാരമൊന്നും കിട്ടിയില്ല എന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെ അംഗീകാരം കിട്ടുന്നത്? ഈ ഇടിച്ചു കയറുന്നവർക്കാണ് എപ്പോഴും അംഗീകാരം ഉണ്ടാകുക. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു താല്പര്യം നമുക്കറിയാം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മോയിൻകുട്ടി വൈദ്യർ മാപ്പിള അക്കാദമിയുടെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ്. ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് എന്ന് പറഞ്ഞാലൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിപ്പോൾ നമുക്കിപ്പോൾ ഈ ഫോക്ലോർ അക്കാദമി അവാർഡ് എന്ന് പറഞ്ഞ് എളുപ്പത്തിൽ അങ്ങനെ പോവാം. പക്ഷേ ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് അർഹത ഉള്ളവർക്കാണോ നൽകുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അതൊക്കെ ഈ ചോദ്യങ്ങളല്ലാതെ ഇത് കൊടുക്കുന്ന അവാർഡ് ഏതെങ്കിലും തരത്തിലുള്ള യോഗ്യതകൾ മാത്രമേ ഇത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അതിൻ്റെ ചില പേപ്പറുകളും കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടതുണ്ട്. അധ്യാപക അവാർഡ് പോലെ ഈ അവാർഡിന് പേപ്പർ കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടെൻഷന് ആദനക്കായ്ക്ക് ഈ അവാർഡ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സാധാരണ ഇതിനെക്കുറിച്ചൊന്നും ഇത് ആരോടാണ് പറയേണ്ടതെന്നും ഈ മേഖലയിൽ പോയി ഞങ്ങൾക്ക് പോലും അറിയില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് എഴുതി കൊടുക്കണം. അത് ആദനക്കായെ സംബന്ധിച്ചിടത്തോളം പറ്റില്ലാത്തൊരു കാര്യമാണ്. അപ്പോഴാണ് അതിന് മുമ്പ് അവാർഡ് ലഭിച്ച ആദനക്കായുടെ ഒരു ശിഷ്യ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. അങ്ങനെ അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തത്. അതൊക്കെ ഒരു ചരിത്രത്തിൽ ഇപ്പോൾ നമ്മളെ ഒരു ഒപ്പന എന്നുള്ള കലാരൂപത്തിൽ ചിലപ്പോൾ ആ തരത്തിലുള്ള ഒരു പുരുഷന് ആദ്യമായിട്ട് അവാർഡ് ലഭിക്കുന്നത് പ്രിയപ്പെട്ട ആദം നെടിനാടനായിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതൊക്കെ അംഗീകാരത്തൊക്കെ പിന്നെ സർക്കാർ തലത്തിലൊക്കെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വലിയ മനുഷ്യൻ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു. അപ്പോഴും നമ്മുടെ ഇടയിൽ സാധാരണക്കാരെ പോലെ ജീവിച്ച ഒരാൾ ഇവിടെ കഥകൾ പറഞ്ഞ് സംസാരിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളുകൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഒന്ന് ചിരിക്കാനുള്ളൊരു മുഹൂർത്തം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എന്നെക്കാട്ടിലും അസമാഷക്കും ചക്കരൻ്റെ അമ്മൂട്ടിക്കായ്ക്ക് ഓർമ്മയുണ്ട്. എന്നോട് അമ്മൂട്ടിക്കായി ഒരു ദിവസം പറയണ്ടായി, അദ്ദേഹം ഇവിടെ കടയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അന്നൊക്കെ ഗൾഫ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ ആ ഒരു ഓറഞ്ച് ടൈപ്പുള്ള ടോർച്ച്, ഇതൊക്കെ ഇങ്ങനെ ഒടിക്കുന്ന ഈ കഴുത്തൊടിക്കുന്ന ടോർച്ച്, ഇതൊക്കെ കൊണ്ട് നടന്ന് നിൽക്കുന്ന ഒരു കാലത്ത് ഒരു ഷർട്ട് പീസൊക്കെ ഗൾഫുകാരിങ്ങനെ കൊടുക്കുന്ന കാലത്ത് ഈ കടയിൽ ആൾ വന്നാൽ ഇതിന് പറഞ്ഞ് വെറുതെ കിട്ടിയാലും ആരും വാങ്ങാത്ത രൂപത്തിൽ ഇതിനെ കടക്കാരനോട് പേശി അവസാനം വെറുതെ അടുട്ടിച്ച് പോകുന്നൊരവസ്ഥ എത്തുമ്പോൾ അതിനൊരു 10 റുപ്യക്ക് വാങ്ങി. അങ്ങനെ അതിൻ്റെ തമാശകളൊക്കെ ചക്കരൻ്റെ അമ്മൂട്ടിക്ക് എപ്പോഴും പറയായിരുന്നു. ഒരാളെ കുപ്പിയിലാക്കാനും തമാശ പറയാനൊക്കെ ആദനക്കായുടെ ഒരു വല്ലാത്ത ഒരു കഴിവിനെക്കുറിച്ചൊക്കെ ഇവരെപ്പോഴും പറയാറുണ്ട്. ഞാനും അസമാഷും ഒരിക്കൽ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, അന്ന് ഞങ്ങളൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരു പൈസ എടുക്കും പൂർണ്ണമായിട്ട്. എന്നിട്ട് അവസാനം കണക്ക് കൂട്ടിയിട്ട് ഇത് 3 ഓരി വെക്കുക ചെയ്യുക. അങ്ങനെ ഏതോ ഒരു യാത്രയിൽ 2 റുപ്യ ആദനക്കായ്ക്ക് അസമാഷ കൊടുക്കാറുണ്ട്. അന്ന് 5 റുപ്യൊക്കെ ഇങ്ങനെ ആ പച്ച 5 റുപ്യൊക്കെയുള്ള കാലമാണ്. അങ്ങനെ അസമാഷ ഒരു സീറ്റ് അവർ 5 റുപ്യ എടുത്തിട്ട് ആദനക്കാരനോട് പറഞ്ഞു, ഇനി ആ 2 റുപ്യായിട്ട് എടുത്തിട്ട് എൻ്റെ 3 റുപ്യ ഇങ്ങ് എടുക്കുന്ന പറഞ്ഞു. മൂപ്പരിത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ 2 റുപ്യ പൊരുത്തപ്പെട്ട്, കാരണം എൻ്റെ 3 ഞാൻ ഇട്ടാളൂല, ഇത് എടുക്കാത്ത പൈസയാണെന്ന് പറഞ്ഞു. അതൊക്കെ ഞാനിപ്പോഴും അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക അപ്ഡേറ്റായിട്ട് തമാശ പറയാൻ ആദനക്കായ്ക്കുള്ള ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങളൊക്കെ എപ്പോഴും ഓരോ അനുഭവങ്ങൾ ഓരോ വിഷയത്തിലുണ്ട്. ഒരു ദിവസം ഈ മീൻകാരടുത്തൊക്കെ പോയിട്ട് അതൊക്കെ തല്ലിട്ടുന്ന കേസ് കൂട്ടിയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. മീൻകാരടുത്തൊക്കെ ഇത് പഴയതാണോ എന്ന് ചോദിക്കില്ലേ. മൂപ്പര് ചോദിച്ച് ഇത് പിടിച്ചോലൊക്കെ ഇപ്പോൾ ഹയാത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ നല്ല മീൻകാരനാണെങ്കിൽ അപ്പോൾ കിട്ടുമെന്ന്. ഇത് പിടിച്ചോലൊക്കെ ഇപ്പോൾ ഹയാത്തിലുണ്ടോന്നൊക്കെ ചോദിച്ചാലേ അതൊക്കെ ഒരു ആൾക്കാർ. ഞാനൊരിക്കൽ ഈ അസമാഷമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ കാസർഗോഡ് ഭാഗത്ത് ഞങ്ങളൊരു കാറിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യണം. അങ്ങനെ രാത്രി നേരം വെളുക്കാതെ നേരം വടകര ഭാഗത്ത് ഒരു ചായക്കടയിൽ കയറി. കുന്നമംഗലത്തെ കാതർമാഷുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞങ്ങളവിടെ കയറിയപ്പോൾ അവിടെ ഒരു കട്ടൻ ചായയും കടിയും കുടിച്ചുകൊണ്ട് പോകുമ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മതസംഘടനയോ ആളുകൾ പിന്നെ അവിടെ വന്ന് ചായ കുടിക്കാൻ ഇറങ്ങി. പാതിരയ്ക്ക് ഒരു 3-4 മണിക്കാണ്. അപ്പോൾ അവിടെ നല്ല കടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് ഉറക്കം കൊയ്യാൻ വേണ്ടി നിന്നപ്പോൾ ഞങ്ങളൊക്കെ തിരിച്ചറിയുന്നവരുണ്ട്. ഞങ്ങളെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇവർ ഈ കടിയും ചായയൊക്കെ ഒന്നായിട്ട് വാങ്ങി ആ പീടിയുള്ള സാധനമൊക്കെ തീർന്ന പോലെ അങ്ങ് പോയി. അപ്പം ഞങ്ങളെപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ ഈ പീടിക്കാരൻ കാക്ക പറഞ്ഞ്, നിങ്ങളൊരു പറക്കത്തുള്ള മനുഷ്യന്മാരാണ്, നിങ്ങൾ വന്നതുകൊണ്ട് പീടിയുള്ള സാധനമൊക്കെ തീർന്ന് കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് സംഗതി ശരിയാ, അതുകൊണ്ടെങ്കിലും നാളെ രാവിലെ വരുന്നവന് പുതിയ സാധനം കിട്ടുമല്ലോ എന്ന്.
അപ്പോൾ അയാൾ പിന്നെ എന്നെ ഇങ്ങനെ നോക്കി, എന്താ ഇപ്പം മൂപ്പര പറഞ്ഞത്? ഞാൻ പറഞ്ഞത് അതിങ്ങൾക്ക് പിന്നെ മനസ്സിലാവുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് മനസ്സിലാവില്ല. ഇങ്ങനെയൊക്കെയുള്ള ഓരോ തമാശകൾ ആളുകൾക്ക് എന്താ പറയുക, ഒരു പരദൂഷണമല്ലാതെ വളരെ രസകരമായിട്ട് നമുക്കൊക്കെ രസിപ്പിക്കുന്ന വിധത്തിൽ ഓരോ അനുഭവങ്ങൾ. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ ഞങ്ങൾക്കൊക്കെ പറയാറുണ്ട്. ഒരിക്കലും ഒരു സ്കൂളിൽ ഒരു പരിപാടിക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ചായ ആണോ വെള്ളമാണോ ആദ്യം വേണ്ടത്? ആദ്യം വെള്ളം മതി. അതിൻ്റെ അർത്ഥം ചായ വേണമെന്നാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആദ്യം വെള്ളം മതി എന്നല്ല, അങ്ങനെയുള്ള വളരെ പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നവന് ഒരുപാട് കാര്യങ്ങൾ അസുഖമായി കിടക്കുമ്പോഴും ഇങ്ങനെ ഒരു നമ്മളെ കാണുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു എന്താ പറയുക, എന്ത് തമാശ പറയാനുള്ള സ്വാതന്ത്ര്യം ആവശ്യം, ഒരു ജാടയോ അതുമായി ബന്ധപ്പെട്ട കാര്യമൊന്നുമില്ലാതെ നമ്മുടെ ഇടയിൽ ഇങ്ങനെ MJ സ്കൂളിൽ ഇപ്പോൾ പല ആളുകൾ, ഇപ്പോൾ സുബൈർ ഇവിടെ ഉണ്ട്, പലർക്കും പലതും പറയാനുണ്ടാവും ഈ ജീവിതത്തിൽ. ഒന്നിച്ചിപ്പോൾ 10-35 കൊല്ലമൊക്കെ വർക്ക് ചെയ്ത്, ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്ത പുതിയ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും എന്നെപ്പറ്റി നല്ല അഭിപ്രായമില്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ സുഖകരമല്ലാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ആളോട്. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സ്റ്റാഫ് റൂം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മോൻ അങ്ങനെ അക്കാലത്ത് പറഞ്ഞ് ഓർത്തൊക്കെ വെച്ച് ഇങ്ങനെ പറയേണ്ടിയില്ല എന്നൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ സുബൈറൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട, ആദ്യമായി വർക്ക് ചെയ്ത കാര്യം നമുക്ക് തന്നെ പഠിച്ച MJയിൽ പഠിച്ച കുട്ടികൾക്ക്, അവിടെ നോൺ ടീച്ചിങ് സ്റ്റാഫായ ആളുകൾക്ക് പലരെ പറ്റിയിട്ട് അയാൾ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു, ഇന്നങ്ങനെ പറഞ്ഞിരുന്നു. ആദൻകായെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരു മോശമായിട്ട് മൂപ്പർ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞാൽ പറയേണ്ട മുമ്പ് പറയും ചെയ്യും. എന്നാൽ ഏതെങ്കിലും തരത്തിലൊന്ന് പറഞ്ഞു പോയി ഒരു മുഷിപ്പുള്ള ഒരു അനുഭവം, ഒരു സംസാരം അങ്ങനെ ഒന്നും ഒരിക്കലും പിന്നെ ആദൻകായുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അങ്ങനെ പറയാനുള്ളൊരു കഴിവ് കൂടി, ഒരു സാമർത്ഥ്യം കൂടി ആ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മളൊക്കെ ഇങ്ങനെ തമാശ പറയുന്നവരും സംസാരിക്കുന്നവരും വെറുതെ സൊറ പറയുന്നവരൊക്കെ തന്നെയാണല്ലോ. നമ്മളൊക്കെ ആർക്കെങ്കിലും വേദനിപ്പിച്ചുകൊണ്ടാണോ പറയാറ്? ഇതൊക്കെ നമ്മൾ ഒരാളെ ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ആദൻകായെ പോലെ വലിയൊരു കലാകാരനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ കുറേ അനുഭവങ്ങൾ പറയുന്നതിലപ്പുറം നമുക്ക് എന്തുണ്ട് ജീവിതത്തിൽ അത് മാതൃകയാക്കാൻ അദ്ദേഹം കലയോട് കാണിച്ചൊരു ഡെഡിക്കേഷൻ, അതേപോലെ സ്വന്തമായി കണ്ട കാര്യങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതേപോലെ സംസാരിക്കുമ്പോഴും ആളുകളോട് ഇടപഴകുമ്പോഴും ബഹുമാനിക്കേണ്ടവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നും അതൊക്കെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചൊരു രീതിയുണ്ട്. അത് മാതൃകയാക്കുമ്പോഴാണ് അവരൊക്കെ കാണിച്ച ആ വലിയൊരു പിന്നെ അവരുടെ അനുസ്മരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്നത്. അല്ലാതെ നമ്മൾ കുറേയേറെ സംസാരിച്ചിട്ട് കാര്യമല്ല. അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. അതിനെ ഓർക്കാൻ നമുക്കിങ്ങനെ, ഞാൻ പറയുന്നത് പിന്നെ ഇങ്ങനെ ഇതിന് വലിയ സംവിധാനങ്ങളൊന്നും വേണ്ട. നമ്മളിങ്ങനെ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും, എനിക്കൊരു കാര്യം കൂടി പറയണം. ഞാൻ ഇവിടെ ഒരാളെ ഓർക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ പട്ടേരി വോയിസ് നെടിനാടിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട്. മാപ്പിള അക്കാഡമിയാണ്. ഞാൻ മാപ്പിള അക്കാഡമിയുടെ പേരിൽ ഏർപ്പെടുത്തണമെന്ന് പറയുന്നില്ല. പട്ടേരി വോയിസിന് കുറച്ചൊരു ഉത്തരവാദിത്തമുണ്ട് ആ വിഷയത്തിൽ. നമുക്ക് ഇവരൊക്കെ ഓർക്കാനായിട്ട് ചെയ്യേണ്ടത് വർഷത്തിൽ ഇങ്ങനെ ഒരിക്കലും ഒരുമിച്ച് കൂടാൻ അവരുടെ പേരിൽ ഒരു അവാർഡൊക്കെ ആർക്കെങ്കിലും കലാകാരന്മാർക്ക് ഏർപ്പെടുത്തിയാൽ, ഇപ്പോൾ ആദം നെടിനാട് അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ കുടുംബത്തെയൊക്കെ കൂട്ടിപ്പിടിച്ച് നമുക്ക് അതൊരു അവാർഡ് കൊടുക്കുമ്പോൾ ഒരു സുഖം, ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മേഖലയിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പരിധി വെച്ചോ സംസ്ഥാനമൊന്നും വേണ്ട, കാരണം ഒരുപാട് അവാർഡുകൾ ലഭിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു ജെന്യൂനായ ഒരാൾക്ക് ഒരു 2000 റുപ്യ അവാർഡ്, അല്ലെങ്കിൽ ഒരു 5000 വളരെ നന്നായി ഒരു അവാർഡ് ഓരോ വർഷവും നമ്മൾ നൽകി. അതിനൊരു ചടങ്ങ്, അത് പത്രത്തിൽ വരുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ഓർക്കും. പിന്നെ അവാർഡ് പ്രഖ്യാപിച്ചു എന്ന വാർത്ത പറയുമ്പോൾ ഓർക്കും. അവാർഡ് പിന്നീട് അത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പത്രവാർത്ത ഉണ്ടാവും. അങ്ങനെയൊക്കെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെയൊക്കെ ഓർമ്മയിൽ ആദൻകായെ പോലുള്ള ആളുകൾ നിറഞ്ഞു നിൽക്കും. ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ഞാനും അതിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാവും. ആ തരത്തിലൊരു സംവിധാനമൊക്കെ നമുക്കിതിൻ്റെ ഇടയിൽ, ഞാനിവിടെ പലരും ഉണ്ട്, ഈ സംഘടനകളുമായി ബന്ധമുള്ള ആളുകൾ, പുറത്തുള്ള ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു ആലോചനയൊക്കെ നടത്താവുന്നതാണ്. അങ്ങനെ സ്ഥിരമായ ഒരു ഓർമ്മ നിലനിർത്താനുള്ള സംവിധാനം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. അതാവട്ടെ ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ ഉണ്ടാകുന്ന ഒരു പ്രചോദനം ഞാൻ വിചാരിക്കുന്നു. അവരുടെയൊക്കെ ഓർമ്മയിൽ നമ്മൾക്ക് ഈ കലാരംഗത്ത് വളരെ സീരിയസ് ആയി, ഇപ്പോൾ ഞാൻ MJ എന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല അവാർഡ് പിന്നെ എന്താ ബിരുദാന ചടങ്ങിൽ ആ കറുത്ത കോട്ടും കുപ്പായൊക്കെ ഇട്ട് നടക്കുമ്പോൾ ആ ഫോട്ടോ കാണാനൊക്കെ വലിയ ഗംഭീരമാണ്. ഈ ബിരുദാന ചടങ്ങിൻ്റെ ഫോട്ടോകൾ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവർക്ക് ആദൻകായ്ക്ക് ലഭിക്കാത്ത, അസമ്മാഷയ്ക്ക് ലഭിക്കാത്ത, ഈ മേഖലയിലെ പലർക്കും ലഭിക്കാത്ത ഒരു സർട്ടിഫിക്കറ്റാണ് ഈ പുതിയ തലമുറയിലെ ആളുകൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ പാട്ട് പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. അങ്ങനെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയെന്ന് ഞാൻ പറഞ്ഞത്, ആ ആദൻകായെ പോലെയുള്ള ആളുകൾ ഇതിനോട് കാണിച്ച ഡെഡിക്കേഷൻ നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ പാട്ട് മേഖലയും ഇതിനെയും നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്ന ആലോചനയിൽ വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് വേണ്ടത്. അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് പ്രചോദനമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.
എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫൈസൽ മാഷ്, മറ്റ് പട്ടേരി വോയിസിൻ്റെ മാപ്പിളക്കലാ അക്കാദമിയുടെ ഭാരവാഹികളെ, സദസ്സിലിരിക്കുന്ന ആദമാഷയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരുപാട് പേര് ഈ സദസ്സിലിരിക്കുന്നുണ്ട്. കുടുംബക്കാരുണ്ട്, ഭാര്യയുണ്ട്, അനുജനുണ്ട്, മറ്റു പല സുഹൃത്തുക്കളുണ്ട്. ഏതായാലും ഈ ധന്യമായ സദസ്സിൽ സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആദം മാഷയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒന്നിച്ച് വളരെ കാലം ഈ രംഗത്ത്, കലാരംഗത്ത് 1975 മുതൽ ഞങ്ങൾ പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. പട്ടേരി വോയിസ് എന്ന പേരിൽ കേരളമാകെ അറിയപ്പെട്ട ഗാനമേള ട്രൂപ്പിലൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാനും വെറും ഒരു പാട്ടുകാരൻ എന്ന നിലയിലല്ല ആദം അറിയപ്പെട്ടിരുന്നത്. കേവലം ഒരു പാട്ടുകാരൻ എന്ന വാക്കിൽ ഒതുക്കിയാൽ ആദമിൻ്റെ വിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഫൈസൽ മാഷി പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ കൂടുതലായിട്ട് ഒന്നും പറയേണ്ട ഒരു ഭാഗം ഒഴിവാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ 1975 മുതൽ ഒരുപാട് പരിപാടികൾ, ആദ്യം ഞങ്ങൾ ഫ്രണ്ട്സ് മ്യൂസിക് ക്ലബ്ബ് എന്ന പേരിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് അതിൻ്റെ പേര് മാറ്റി പട്ടേരി വോയിസ് നെടിയനാട് എന്ന പേരിൽ പരിപാടികൾ അവതരിപ്പിക്കുകയും അത് കേരളമൊട്ടാകെ അറിയപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അഹമ്മദ് കുട്ടി, PC അഹമ്മദ് കുട്ടി, PP മുഹമ്മദ് ഫൈസൽ, അതുപോലെ കുഞ്ഞഹമ്മദ് മാഷി, പിന്നെ ഒരുപാട് പാട്ടുകാർ, വട്ടവളിയിൽ തന്നെയുള്ള ഒരുപാട് പാട്ടുകാർ, ഇക്ബാൽ, സൈഫുന്നിസ മുതൽ ഒരുപാട് പാട്ടുകാർ, രമണി, രുക്മിണി ഒക്കെ കേട്ട ആൾക്കാർക്ക് അറിയായിരിക്കും, ഓർമ്മ ഉണ്ടാവും. നെരിക്കുനി, അബ്ബാസ്, അബൂബക്കർ തുടങ്ങി, അതുപോലെ പട്ടേരിക്കണ്ടിയിലും ഉള്ള കുടുംബത്തിലുള്ള ഒരുപാട് ആൾക്കാർ, ചക്കണ്ടിയിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ, ഇവരൊക്കെ തന്നെ, എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇവരൊക്കെ ഇതിൽ നന്നായി പ്രവർത്തിച്ച അറിയപ്പെട്ട നല്ല കലാകാരന്മാർ, കേരളത്തിലെ വലിയ വലിയ കലാകാരന്മാർ നമ്മുടെ ഈ പട്ടേരി വോയിസിൽ പങ്കെടുത്തിട്ടുണ്ട്. ആദം ഞങ്ങൾക്കുള്ള പട്ടേരി വോയിസിനുള്ള പ്രത്യേകത ഉണ്ടായിരുന്നു വെച്ചാൽ വെറും പാട്ട് പാടുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ഞങ്ങളുടെ ചിന്ത. കർണാട്ടിക് സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും വർഷങ്ങളോളം പരിശീലിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് വേവി സുകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചേളന്നൂർക്കാരനായ ഭാഗവതർ, അദ്ദേഹത്തിൻ്റെ അടുക്കലാണ് ആദ്യം ഞങ്ങൾ പഠിച്ചത്. പിന്നീട് ശിവാനന്ദൻ, അന്തരിച്ച ശിവാനന്ദൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കർണാടിക് സംഗീതം ആദ്യം ഞങ്ങൾ പഠിച്ചു. പിന്നീട് അത് ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചു, ഉപകരണങ്ങൾ വായിക്കാൻ പഠിച്ചു. അങ്ങനെ പട്ടേരി വോയിസിലുള്ള ആളുകൾ മാത്രം പങ്കെടുത്തുകൊണ്ട് നടത്തിയ പരിപാടികൾ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. കൊടുവള്ളി വെച്ച് നടത്തിയൊരു പരിപാടി, ഏറ്റവും ഭംഗിയായൊരു പരിപാടി. അതിൻ്റെ തലേന്ന് അവിടെ ഉണ്ടായിരുന്നത് പീർ മുഹമ്മദ് സാഹിബിൻ്റെ ഒരു പരിപാടിയായിരുന്നു, ഗാനമേള മത്സരം. അന്ന് അത് ഒരു പരാജയത്തിനാണ് കലാശിച്ചത്. കൂക്കുവിളിയൊക്കെ ആയിട്ട് അത് പരാജയപ്പെട്ടു. പിറ്റേന്ന് ഞങ്ങൾക്ക് പേടിയായി. അവിടെ ഞങ്ങൾ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രം, കുറച്ച് കുട്ടികളും ഒരു ഹാർമോണിയം, ഒരു തബലയും, ഒരു ഷായിബാജി, ഇതാണ് ഉള്ളത്. ഇത് വെച്ച് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് അരമണിക്കൂറാണ് സമയം തന്നിരുന്നത്. ആ അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ പാടി തീർത്തപ്പോൾ നിർത്താൻ സമ്മതിച്ചില്ല, പറ്റിയല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്തൊക്കെയൊക്കെ പാടി. പക്ഷേ ആ പരിപാടി ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിക്ക് ശേഷം ഞങ്ങൾക്ക് കേരളത്തിലുടനീളം ഒരുപാട് പരിപാടികൾ ഞങ്ങൾക്ക് കിട്ടാൻ സാധിച്ചു. അന്നൊക്കെ ആദവിനെ സംബന്ധിച്ചിടത്തോളം ഹാർമോണി വായിക്കുക, അല്ലെങ്കിൽ തബല വായിക്കുക. ഇതൊക്കെ തബല ഞങ്ങൾക്കുള്ള പ്രത്യേകത. ആദം എന്ത് ചെയ്തിട്ടുണ്ട്, തബല കൂടി പഠിച്ചിട്ടുണ്ട്. കോഴിക്കോട് അബൂബക്കർ സാഹിബിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ വട്ടവളി ഉണ്ടായിരുന്ന ക്ലാസ്സിൽ വെച്ചിട്ട് തബല വായിക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ മാറി മാറി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകരണങ്ങൾ കൈകാര്യം ചെയ്ത് നടത്തിയ ആ പരിപാടിയൊക്കെ ഇന്നും ഞങ്ങളുടെ ഓർമ്മയിൽ സജീവമായി നിൽക്കുകയാണ്.
പട്ടേരി വയസ്സിലെ പ്രധാനപ്പെട്ട ഒരു ഗായകരിൽപ്പെട്ട കുഞ്ഞഹമ്മദ് മാഷെ പറ്റി ഇവിടെ പറഞ്ഞു. അദ്ദേഹം 2 ഡബിൾ സൗണ്ടിൽ പാട്ട് പാടിയിരുന്ന കുഞ്ഞഹമ്മദ് മാഷ്. അവരുടെ കുടുംബം തന്നെ പാട്ടിൻ്റെ ആൾക്കാരാണ്. കുട്ടികളൊക്കെ തന്നെ എല്ലാവരും നന്നായി പാടാൻ കഴിവുള്ള ആൾക്കാരായിരുന്നു അവരൊക്കെ. എപ്പോഴും അങ്ങനെ തന്നെ അവർ കുടുംബത്തിൽ നമ്മുടെ ഈ വട്ടോളി ഭാഗം എന്ന് പറഞ്ഞാൽ തന്നെ പാട്ടുമായിട്ട് വളരെയധികം സജീവമായി ബന്ധമുള്ളൊരു മേഖലയാണ്. ഇവിടെ MJ സ്കൂളിൽ ആദം വന്നതിന് ശേഷമാണ് കുട്ടികൾക്ക് പാട്ടും അതുപോലെ ഒപ്പനയും വട്ടപ്പാട്ടും ഒക്കെ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാനും സമ്മാനങ്ങൾ നേടാൻ കഴിഞ്ഞത് ആദം ഇവിടെ വന്നതിന് ശേഷമാണ്. അന്ന് അതിൽ പഠിപ്പിക്കാൻ ഞാൻ അന്ന് നെരിക്കിനി UP സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ സ്കൂളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാകും ആദവനെ അവിടെ കൊണ്ടുവരും. അവിടെ ഞങ്ങൾ രണ്ടാളുകൂടി അവിടെ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കും. അതുപോലെ ഇവിടെ എന്തെങ്കിലും ഉണ്ട് MJയിൽ എന്തുണ്ടെങ്കിൽ അവിടെ ഞാനും വരും, അങ്ങനെ സഹകരിക്കും. അതുപോലെ കത്തറമല സ്കൂളിൽ ഇവിടെ ഈ ചുറ്റുപാടുള്ള ഒരുപാട് സ്കൂളുകളിൽ അന്നൊക്കെ ഈ മ്യൂസിക് നൽകാൻ കഴിയായിരുന്നു ഈ ഒപ്പനയുടെ കൂടെ. ഇപ്പോൾ ആ പരിപാടിയില്ല, മ്യൂസിക് കൊടുക്കാൻ പറ്റിയല്ല, അല്ലാണ്ട് തന്നെ പാടണം. ആദ്യകാലത്ത് അതുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ മ്യൂസിക് കൊടുക്കാനും ഒക്കെ തന്നെ ഇതിൽ സജീവമായി പോകാറുണ്ടായിരുന്നു. അങ്ങനെ മാപ്പിളപ്പാട്ടിൻ്റെ സകല മേഖലകളിലും ഒരു അവഗാഹം നേടുകയും ഇതിൻ്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്യാൻ ആദവന് ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് ട്രെയിനേഴ്സ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ആദവുമായിട്ട് ബന്ധപ്പെടുകയും ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പഠിക്കാനും ഏത് ട്യൂണാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നറിയാൻ എല്ലാ കാലത്തും ആദവൻ്റെ വീട്ടിലൂടെ സന്ദർശിക്കാറുണ്ട്. അങ്ങനെ ഇന്ന പാട്ടുകളാണ് പാടേണ്ടതെന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്തൊക്കെ അവർ എഴുതിക്കാൻ. അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ മരിക്കുന്നവരെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തമാശ പറയുന്ന കാര്യത്തെപ്പറ്റി ഫൈസൽ മാസ്റ്റർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ എന്തുകൊണ്ടും വളരെ അറിയപ്പെട്ട പ്രഗത്ഭനായ ഈ രംഗത്ത് അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന് സ്മരണകൾ തിങ്ങുന്ന ഈ സദസ്സിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മാപ്പിളപ്പാട്ടിൻ്റെ രംഗത്ത് ഈ പ്രവർത്തിക്കുന്ന വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഈ മാപ്പിള കലാ അക്കാദമി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ കാരണം പല മാപ്പിള കലാ അക്കാദമിയും കേരളത്തിലുണ്ട്. വെറും കടലാസ സംഘടനകൾ മുതൽ ഒന്നും പ്രവർത്തിക്കാത്തവരും പേരിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരുപാട് മാപ്പിള കലാ അക്കാദമി ഉണ്ടെങ്കിലും PH അബ്ദുള്ള മാഷ് പോറ്റി അടിത്തറയിട്ട ഈ മാപ്പിള കലാ അക്കാദമിയാണ് മാപ്പിളപ്പാട്ടിന് വേണ്ടി സജീവമായി കേരളത്തിൽ മാത്രമല്ല ഗൾഫ് നാടുകളിലൊക്കെ തന്നെ സജീവമായി പ്രവർത്തിക്കുകയും ഇതിനുവേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അവിടെ തന്നെ കിരീടം ആരെയും ചോദിക്കാനൊക്കെ വന്നാൽ അദ്ദേഹം പറയുക, എന്താ ഞങ്ങൾക്ക് സെക്കൻഡായി പതും ചോദിക്കാൻ, അത് നമുക്ക് അതേ കിട്ടും. നമ്മൾ അവരെ കൂടെ നമ്മളായിട്ട് നമുക്കതിനെ യോഗ്യത ഉള്ളൂ, അതുകൊണ്ട് നമുക്കത് മതി എന്ന് അദ്ദേഹം ഒറ്റവാക്കിൽ അതിന് മറുപടി പറയും. അങ്ങനെയായിരുന്നു അദ്ദേഹം ചെയ്യാറുള്ളത്. ഒരുപാട് തമാശകൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾ 4 എനിക്കൊന്ന് അസമാഷുണ്ട് എന്നാണ്. അങ്ങനെ ഒരു വഴിക്ക് പോകുമ്പോൾ ടൗണിൽ ഇറങ്ങി ഇവരെ ഒരു ഓട്ടോറിക്ഷ കൈ കാണിച്ചു. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ കൈ കാണിച്ചു, അവിടെ നിർത്തി. അത് ടൗണാണ്, അവിടെ 3 കയറാൻ പറ്റും. ഓട്ടോറിക്ഷ അവിടെ നിർത്തി. എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളെന്തോ പറയാൻ അങ്ങനെയൊക്കെ എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്, ഇത് ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു അതിനക്കായി. ഇതിൽ 3 കയറാൻ പറ്റുമോ? അപ്പോൾ അതിനക്കതിന് മറുപടി, ഇത് ഞങ്ങളതിന് 3 കനയുള്ളൂ, 4 എന്നേ ഉള്ളൂ, വേറിട്ട് നിൽക്കുന്നതേ ഉള്ളൂ, 3 കനയുള്ളൂ, 4 കൂടിയോ നിങ്ങൾ കയറ്റിക്കോളിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തമാശകൾ ഇഷ്ടം പോലെ അദ്ദേഹം പറയാനുണ്ടായിരുന്നു. അദ്ദേഹം കത്തർമൽ സ്കൂളിൽ, ഫൈസൽ മാഷ സ്കൂളിൽ, ഞാൻ ആ സ്കൂളിലായിരുന്നു. ഒരിക്കലും ഒപ്പന പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചു. വിളിച്ച് അദ്ദേഹം വന്ന് ആരാദ്രമാനെ പാട്ട് പാടാൻ പറ്റിയവരുള്ളതെന്ന് ചോദിച്ചു.
ഇത് നിങ്ങൾക്കൊരു പാടാണ്. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെയുള്ള കുട്ടികളെ കുറേ ആളുകളെ വിളിച്ച് നമ്മളെ ഓഫീസ് റൂമിൽ ഇരുത്തി അതിനക്കായി ഇങ്ങനെ ഇരുന്ന് കേൾക്കും. ഓരോരുത്തർ പാടും. വർത്താനൊന്നും പറയൂല, അടുത്ത ആളോട് പാടാൻ പറയും. അങ്ങനെ ഒരു 10-15 ആൾ പാടി. അപ്പോൾ ചായയൊക്കെ കുടിച്ച് അയാളങ്ങ് ഇറങ്ങി ഇങ്ങനെ നടന്ന് റോഡുമേലെത്തി. അപ്പം ഞാനും കൂടെ ചെന്ന് എന്തായി പോവുകയാണെന്ന് ചോദിച്ചു. ഇക്കുറി നമുക്ക് ഒപ്പന വേണ്ടാന്ന്, കുറി നമുക്ക് അങ്ങനെ ആകുമ്പോൾ കുറി നമുക്ക് ഒപ്പന അതെന്തായി എന്നുള്ളത് പിന്നെ ഞാൻ വായിച്ചെടുത്തോളണം. പാട്ട് പാടാൻ ആളില്ല എങ്കിൽ ഒപ്പന ആവശ്യമല്ല, നടക്കൂല, പ്രൈസ് കിട്ടൂല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കതിൽ പാടുണ്ട്. പാട്ട് ഉണ്ടെങ്കിലേ ഒപ്പനയ്ക്ക് അർത്ഥമുള്ളൂ. പാട്ടിനാണ് 60-70% മാർക്ക്. അത് അദ്ദേഹം ഒറ്റവാക്കിൽ തീർത്ത്. അക്കുറി നമുക്ക് ഒപ്പന വേണ്ട. ഇല്ലാണ്ട് സ്കൂളിന് അക്കുറി ഒപ്പനയില്ല. അപ്പോൾ തന്നെയുമല്ല, ഒരുപാട് ഒപ്പനകൾ ഇപ്പോൾ ഉള്ള ഒപ്പന പരിശീലകരുടെ ശരിയായ ഉസ്താദാണ് അദ്ദേഹം. ഒപ്പന എന്താണ്, അതിൻ്റെ വൈനുകളവും അതിൻ്റെ പിന്നെ എല്ലാം ഒപ്പന മുറുക്കവും ചായലും വൈനുകളും മുനാജാത്തും കവിയും അപ്പപ്പാട്ടും മുറുക്കം ഇങ്ങനെ എല്ലാം അദ്ദേഹത്തിന് അറിയായിരുന്നു. ആദ്യം മുതൽ പുരാണമായ തിരുമൊഴി മുത്തളി ഇതൊക്കെ അദ്ദേഹത്തിന് കാണാപ്പാടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഒരിക്കലും ഇന്നൊരാൾ വിളിച്ചു, ഒരു 1 മണിക്കൂർ ഒരു ക്ലാസ്സിൽ കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ഞാൻ എന്താ പറയേണ്ടത്? അദ്ദേഹത്തിനൊരു ഡയറി ഉണ്ട്. ഇപ്പം ഉണ്ടോയെന്ന് ഓർമ്മയില്ല. ഇപ്പം ഉണ്ടോ? ആ ഡയറി ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് അതിൽ നിന്ന് തുറന്നിങ്ങനെ പറഞ്ഞു, ആദ്യം വന്നത് മൊയ്തീൻ മാലയാണ്, അതിന് 400 വർഷമായി, അതിലുള്ള വരികൾ ഇന്നതാണ്, പിന്നെ അതുപോലെ മത് കുഞ്ഞായി മുസ്ലിയാർ ഇങ്ങനെ തുടങ്ങി ബദർ, പിന്നെ കർബല, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്ക് എഴുതി ഞാനൊരു നോട്ടിൽ എഴുതി പുസ്തകം പിന്നെ തിരിച്ചവിടെ മടക്കി വെച്ച്. ഇങ്ങനെയുള്ള നല്ല ഒരു, എന്നെ സംബന്ധിച്ചോടെ നല്ലൊരു ഗുരുനാഥൻ, ഞാൻ പറഞ്ഞു നല്ലൊരു തണൽ ആയിരുന്നു വസമാഷു. അതേപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പിന്നെ ഈ പരിപാടിയുടെ പിന്നെ പട്ടേരി വോയിസിൻ്റെ ധാരാളം ആളുകളുണ്ട്. പിന്നെ അധ്യക്ഷ സ്ഥാനത്ത് ഉള്ളത് നമ്മളെ കട്ടിപ്പാറ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസിഡൻറ്റിനെ സാദരം ഈ പരിപാടിക്കുള്ള ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കൊടുവള്ളി ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റ് ആണെങ്കിൽ തന്നെ കൈവീറലുകൾ പോലെ ചേർന്ന് നിൽക്കുന്ന ഈ ഇവരുടെയൊക്കെ സംസാരം കേൾക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഇരുന്നത്. എനിക്കൊന്നും സംസാരിക്കാനില്ല. ആദൻകായിൻ്റെ കൂടെ, ആദൻകായി നമ്മളൊക്കെ വിളിക്കൽ, ആദൻകായിൻ്റെ കൂടെ എനിക്ക് കുറഞ്ഞ അനുഭവങ്ങളേ ഉള്ളൂ. സ്ഥിരകാലമായിട്ട് അവരെ കൂടെ ചേർന്ന് നിന്നവരാണ് അസം മാഷും ഫൈസൽ മാഷ്, പിന്നെ കൂടെ ജോലി ചെയ്ത ആളാണ് സുബൈർ മാഷ്, എൻ്റെ MP അദറോ മാഷൊക്കെ തന്നെ ഒരു ടീമായിട്ട്. പിന്നെ അന്ന് കോഴിക്കോട് ജില്ലയിൽ ജഡ്ജ്മെൻറ്റ് 2 ടീമുണ്ടായിരുന്നു. ഒന്ന് അസമാസ ടീമും ഫൈസൽ മാഷും അസമാസകളുടെ ടീമും, പിന്നെ ഒന്ന് ബക്കർ മാഷ ടീമും. ഞാൻ അന്നധികവും ബക്കർ മാഷ കൂടെ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ഈ അതക്കായൻ്റെ കൂടെ ഒരുപാട് കാലത്തെ അനുഭവങ്ങൾ എനിക്കില്ല. എങ്കിലും ഒരിക്കൽ മലപ്പുറം ജില്ലാ കലോത്സവം കോട്ടക്കൽ രാജാസ് വെച്ച് നടക്കുമ്പോൾ ഒപ്പനക്ക് ഞാനും ആദനക്കായും പിന്നെ 3ാമത്തെ ഒരാളും കൂടെ ഉണ്ട്. ഒരാളെ ആദ്യം UPയുടെ ഒപ്പന കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോൾ ആദനക്കായ്ക്ക് ധൈര്യം, മോനെ എനിക്ക് വയനാട് ജില്ലക്ക് പോകാണ്ട്, ഇനിയുള്ള 2 ഐറ്റം കൂടി ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് UP എനിക്ക് വയനാട്ടിൽ പോകാനെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഇങ്ങോട്ട് കോഴിക്കോട് എന്ന് പറഞ്ഞു. അങ്ങനെ ആദനക്കായി UP ഒപ്പന കഴിഞ്ഞിട്ട് വയനാട് ജില്ലക്ക് വേണ്ടി പോയി. ഞാൻ പിന്നെ അവിടുന്ന് അന്നാടെ പിന്നെ ഒപ്പന തീരുമ്പോൾ രാവിലെ 5 മണിയായിരുന്നു. പിറ്റേന്ന് രാവിലെ 5 മണിയാക്കി. എനിക്ക് പിറ്റേന്ന് കാസർഗോഡ് പോകാനുണ്ട്. പിന്നെ അവിടെ ഒരു ഓട്ടോ സ്പെഷ്യൽ വിളിച്ച് തിരൂർ പോയിട്ട് ഒരു ട്രെയിൻ ഓടി പിടിച്ചിട്ടാണ് ഞാൻ പിന്നെ കാസർഗോട്ടേക്ക് പോയത്. അപ്പം അങ്ങനെയുള്ള നല്ലൊരു അനുഭവം മാത്രം നൽകുന്ന ആളാണ് ആദനക്കായി. ഇപ്പോൾ തമാശകളെ പറ്റി പറഞ്ഞല്ലോ. പിന്നെ ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ പുറേക്ക് വാ, എനിക്ക് ബിരുത്തത്തിന് ബുക്ക് പോരെയുണ്ട് പറഞ്ഞു. പിന്നെ ഒട്ടപ്പാട്ടിലെ ആണപ്പനെ പാടുന്ന ബിരുത്തങ്ങളുടെ മാത്രം പരാമർശിക്കുന്ന ബുക്ക്, ഇങ്ങനെ ഒരുപാട് ബുക്കുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ലൈബ്രറിയിൽ എന്ന പോലെ ഗ്രന്ഥശേഖരത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോഴത്തെ ഈ നടത്തുന്ന പരിശീലനങ്ങളും അക്കാദമി കീഴിലെ പരിശീലനങ്ങളൊക്കെ തന്നെയും ആദനക്കായി നല്ല ഊർജ്ജസ്വലമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കെൽപ്പുള്ള കാലത്ത് ആയിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ നഷ്ടപ്പെട്ട ശേഷമാണ് നമ്മൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്. ഏതായാലും ആർക്കും ഒരു കുറ്റവും പറയാനില്ലാത്ത നല്ലൊരു വ്യക്തിത്വം. ആർക്കും അദ്ദേഹത്തെ പറ്റി നല്ലത് മാത്രമേ, പോസിറ്റീവായിട്ട് മാത്രമേ അദ്ദേഹത്തെ പറ്റി ചിന്തിക്കാനുള്ളൂ. ഏതായാലും ഇത്
ഈ പെരുന്നാളിൻ്റെ സമയത്ത് മാപ്പിളകലാ അക്കാദമിൻ്റെ എല്ലാ ചാപ്റ്ററിന് കീഴിലും എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി, ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് നിർദ്ദേശം കിട്ടിയപ്പോൾ ഇവിടെ എല്ലാ ഞായറാഴ്ചയും പാട്ട് റിയലായിട്ടുള്ള ലൈവായിട്ടുള്ള പാട്ട് പരിശീലനം നടക്കുന്നതുകൊണ്ട് ഈ ഓഡിറ്റോറിയം വെച്ച് തന്നെ ആദൻകായുടെ അനുസ്മരണം നടത്താം, ഒരു ഈദ് മഹഫിൽ നടത്താമെന്ന് ആലോചിച്ചപ്പോൾ എല്ലാം പ്ലാൻ ചെയ്തോളൂ, സർവാത്മന മനസാ വാച കർമ്മണ പിന്നിലുണ്ടാവുമെന്ന് ഉറപ്പ് കൊടുത്തപ്പോൾ അത് പ്ലാൻ ചെയ്ത് പരിപാടി നല്ല പരിപാടിയായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പേര് ഗായകരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോകാം. ആദൻകായുടെ പേരിൽ നേരത്തെ ഇവിടെ ഫൈസൽമ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു അവാർഡ്, നല്ല പ്രതിഭയ്ക്കുള്ള ഒരു അവാർഡൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ അനുസ്മരണങ്ങൾ ഇടമുറിയാതെ ആണ്ടുതോറും എല്ലാ വർഷവും നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. അത്തരൊരു ചിന്തയിലേക്ക് ഏതായാലും മാപ്പിളകലാ അക്കാദമി കൊടുവള്ളി ചാപ്റ്റർ എന്തായാലും അങ്ങനെ ചിന്തയിലേക്ക് പോകുമെന്ന കാര്യം ഇവിടെ ഉറപ്പ് തരികയാണ്. അതോടൊപ്പം ബട്ടേരി വോയ്സിൻ്റെയും കുടുംബത്തേക്ക് പിന്തുണ ഉണ്ടാകുമ്പോൾ അതൊരു നല്ലൊരു പരിപാടിയാക്കി നമുക്ക് ഭാവിയിലേക്ക് ഒരു നല്ലൊരു ചടങ്ങാക്കി മാറ്റാൻ സാധിക്കും. ഇതിൻ്റെ പേരിൽ നല്ലൊരു തലമുറ, നല്ലൊരു പ്രതിഭകളെ സർഗരംഗത്ത് നല്ല കഴിവുള്ള പ്രതിഭകളെ വാർത്തെടുക്കാൻ ഈ കൂട്ടായ്മക്ക് സാധിക്കണം. അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആശംസ അർപ്പിക്കേണ്ട ആളല്ലെങ്കിലും ഈ എല്ലാവിധ ആശംസയും അദ്ദേഹത്തിൻ്റെ പരലോക മോശത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മണിദീപമേ മക്കി മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ ഉദയാസ്തമാന ഉപകാരദീന ഉദകും പ്രഭാവേ ഉടയോൻ ഹബീബേ മണിദീപമേ മക്കി മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ ഉദയാസ്തമാന ഉപകാരദീന ഉദകം പ്രഭാവേ ഉടയോൻ ഹബീബേ പ്രതാപത്തിൻ ജീവ പ്രപഞ്ചത്തിൻ കാമ്പേ നിദാനത്തിൻ കണ്ണേ നിറഞ്ഞ നിലാവേ പ്രതാപത്തിൻ ജീവ പ്രപഞ്ചത്തിൻ കാമ്പേ നിദാനത്തിൻ കണ്ണേ നിറഞ്ഞ നിലാവേ ഉദാര സിറാജ ഉലകഞ്ചൻ പോലെ ഉദാബിൻ സബീലേ ഹുക്കുമത്തിനൂലേ മണിദീപമേ മക്കിയേ മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ വിശാല പ്രകാശ വിശാല പ്രകാശ വിളങ്ങും സന്ദേശ വിശേഷമതിയേ മദീന നിധിയേ മതബിംബനൂരേ മകുടമുനീരേ ചതുർവേദപാലേ ശംഭുൽ ഹുദാവേ മണിദീപമേ മക്കി മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ
പരലോക സാക്ഷി പരമതയാലേ പരിഹാരദീനേ പൊരുളും പുമാനേ പരലോക സാക്ഷി പരമതയാലേ പരിഹാരദീനേ പൊരുളും പുമാനേ ചരചര ജീവേ സഗുണമണിയേ ശരഫുൽ ബഷീറേ സകലം തനിയേ മണിദീപമേ മക്കി മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ ഉദയാസ്തമാന ഉപകാരദീന ഉദകും പ്രഭാവേ ഉടയോൻ ഹബീബേ മണിദീപമേ മക്കി മദീന നിലാവേ മഖ്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ. 74-75 കാലഘട്ടത്തിലാണ് നമ്മുടെ ഫ്രണ്ട്സ് മ്യൂസിക് ക്ലബ്ബ് എന്ന സംഘടന രൂപം കൊണ്ടത്. 80 അത് പട്ടേരി വോയിസ് എന്ന പുതിയ നാമകരണം ചെയ്തു. പല സ്ഥലങ്ങളിലായിട്ട് മാറി മാറി ക്ലബ്ബുകൾ പ്രവർത്തിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഗാനമേളകൾ അവതരിപ്പിച്ചു. 980 ശേഷവും കുറേ പരിപാടികൾ നടത്തി. പ്രഗത്ഭരായ പല ആളുകളിൽ നിന്നും പ്രോത്സാഹനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അന്നത്തെ പ്രഗത്ഭനായ പ്രേംനസീറിൽ നിന്ന് ഒരു അവാർഡ് നമുക്ക് ലഭിച്ചു. പിന്നെ ചാക്കിരി അഹമ്മദ് സാഹിബിൽ നിന്നൊരു അവാർഡ് ലഭിച്ചു. പ്രബലാന വെച്ച് സിനിമാനാടൻ തന്നെ ഉമ്മർ സാഹിബിൻ്റെ അടുത്ത് നിന്ന് കിട്ടി. അങ്ങനെ പല തരത്തിലുള്ള സ്ഥലങ്ങളിലും പാട്ടുപാടി അവർ ഭംഗിയാക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല രോഗങ്ങളും കൊണ്ട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. പാട്ട് പാടാൻ പറഞ്ഞെങ്കിലും പാട്ട് പാടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞതാണ്. ആദനെ പറ്റി പറയുമ്പോൾ അണ്ടുവാക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും പറയാതെ പറ്റില്ലല്ലോ ഓർത്തുകൊണ്ടാണ് ഇവിടെ എഴുന്നേറ്റ് നിന്നത്. രസാകരമായ ശൈലിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മിടുക്കനായിരുന്നു അദ്ദേഹം. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പരലോകം സർവശക്തൻ ശോഭനമാക്കി കൊടുക്കട്ടെ എന്നേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. മനസ്സിലൊന്നുമില്ലാത്തൊരു നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ആദമാഷ്. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച മാപ്പിള കലാ അക്കാദമി കൊടുവള്ളിയും പട്ടേരി വോയിസിനെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ ഭാവങ്ങളും ഈ പരിപാടിക്ക് നേർന്ന് നിർത്തുന്നു. പലരും എന്നോട് ഈ പട്ടേരി എന്താ അതാണ് ഇന്ന് മരുതുല കൺവെൻഷൻ സെൻറ്ററിൽ നിൽക്കുന്ന പട്ടേരിക്കണ്ടിയിൽ തറവാട്ടിലായിരുന്നു ഇതിൻ്റെ ജനനം. അവിടെ അന്നും ഇന്നും പാട്ടുകാരുടെ ഒരു ബഹളം തന്നെയായിരുന്നു. നാട്ടിലുള്ളവരും വിദേശത്തുള്ളവരും പല പ്രഗത്ഭ ഗായകന്മാരും അവിടെ വന്നിട്ട് കുഞ്ഞഹമ്മദ് മാഷ ബ്രദേഴ്സിൻ്റെ കൂടെ പാടുകയും അവിടെ കിടന്നുറങ്ങുകയും രാത്രി മഹഫിലും കാര്യങ്ങളായി പോകുന്നൊരു കാലഘട്ടമായിരുന്നു. അന്ന് മറ്റെങ്ങും ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ അവിടെ പലരും വരാറുണ്ട്. അന്ന് പക്രൂട്ടി മാഷ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു പാട്ടുകൾ. അങ്ങനെ ഈ പട്ടേരി വോയിസ് നാമകരണം ചെയ്യാൻ വേണ്ടി കുഞ്ഞഹമ്മദ് മാഷ കാരണമായിട്ട് തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് മ്യൂസിക് ക്ലബ്ബായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഹസൻ നെടിയനാടും ആദം നെടിയനാടും എല്ലാം ഞങ്ങൾ കൂടെ ചേർന്നപ്പോൾ അവർ ആ ഒരു പേരിലേക്ക് മാറി പട്ടേരി വോയിസ്. പട്ടേരിക്കണ്ടിയിലാന്ന് പാട്ടുകാരും മക്കളും മരുമക്കളൊക്കെ ഇന്നും 3ാം തലമുറയിലെത്തി നിൽക്കുന്ന കാലഘട്ടത്തിലും എല്ലാവരും പാട്ട് പാടുന്നവരാണ്. വളരെ നന്നായി പാട്ട് പാടും. പക്ഷേ കുടുംബജീവിതവും വിവാഹ ജീവിതവും എല്ലാം പലരും പല ഭാഗത്തായി തിരിഞ്ഞു പോയി. അതുകൊണ്ട് എന്നാലും ഇൽവാലിയുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് പാടാറുണ്ട്. ഷബിന ഇവരൊക്കെ നന്നായി പാടാറുണ്ട്. എൻ്റെ കൂട്ടത്തിലും പാടുന്ന കുട്ടികളുണ്ട്. എൻ്റെ ബ്രദർ മൊയ്തുവിൻ്റെ മകൾ നന്നായി പാടും, ഹമീദിൻ്റെ മകൾ നന്നായി പാടും. അവരെല്ലാം വിവാഹ ജീവിതത്തിലായിട്ട് മുന്നോട്ട് പോയി. ഇതുവരെ ഈ വർഷം വരെ അവരൊക്കെ നന്നായിട്ട് പാടി ഇപ്പോഴും പാടാറുണ്ട്. ഇപ്പം അബൂബക്കർ കെ ചെറിയൊരു കവി, നമ്മളെ നാട്ടുകാരനായ ഒരു കവി, അദ്ദേഹം രചിച്ചൊരു പാട്ടാണ് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നല്ലേ. വളരെയധികം റീച്ചിലെത്തിയൊരു പാട്ടായിരുന്നത്. അങ്ങനെ ഈ പട്ടേരി വോയിസിൻ്റെ 3ാമത്തെ തലമുറയിലെത്തിയിരിക്കുന്ന കാലഘട്ടം 70കളിലാണ്. ഞാൻ ആദം ഇവിടെ ഒരു ഷോപ്പുണ്ടായിരുന്നു, യൂസുഫിനെ അറിയാം. രാവിലെ വന്നാൽ ഉച്ചയ്ക്ക് 2 മണി 3 മണി വരെ അവിടെ ഇരുന്ന് പാട്ടുകളെ പറ്റിയും പാട്ടിനെ പറ്റിയോ ചർച്ച ചെയ്ത് അന്ന് കേരളത്തിൽ വളരെ പ്രഗത്ഭരായി ഉണ്ടായിരുന്ന പീർ മുഹമ്മദ് സാഹിബ്,
വി എം കുട്ടി സാഹിബ്, അങ്ങനെ കുറേ ഉമ്മർ കുട്ടി, അങ്ങനെ പലരുമായിട്ടുള്ള പാട്ട് പല ഈ ഗാനമേളമൊക്കെ നടക്കുമ്പോൾ ഞാനും ആദനൊക്കെ പോയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. എങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റേജിലൊന്ന് കയറാൻ കഴിയും എപ്പോഴാണെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഈ പാട്ടിനോടും മാപ്പിള കലകളോടുള്ള അഗാധമായ അടക്കാനാവാത്ത ആവേശം ഞങ്ങളെ പട്ടേരി വോയിസ് എന്ന രീതിയിൽ ഞങ്ങൾ അന്ന് സ്കൂൾ കലോത്സവങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒപ്പന പഠിപ്പിക്കുന്നതും മാപ്പിള പാട്ടുകളും അന്ന് വളരെ പോപ്പുലറായി. പട്ടേരി വോയിസിൻ്റെ കുഞ്ഞാമത് മാഷ്, അസം മാഷ്, ആദം നെടിയനാട് അവരെല്ലാവരും ഈ ക്ലാസ്സുകൾ എടുക്കുകയായിരുന്നു. 80കളിൽ ഞാൻ എൻ്റെ ജീവിതം തിരിച്ചുവിട്ടു. പേർഷ്യൻ അബുദാബി ഗൾഫ് മോഹങ്ങളുമായി അബുദാബിയിലേക്ക് പോയി. നീണ്ട 34 വർഷത്തോളം ഇന്ന് ഗൾഫിലായിരുന്നു. പക്ഷേ എന്നാലും അന്നൊക്കെ വി എം കുട്ടി സാറും പീർ മുഹമ്മദ് സാറൊക്കെ ഗൾഫിൽ അബുദാബിയിലൊക്കെ വരുമ്പോൾ അവരുമായിട്ട് വളരെയധികം കണക്ഷൻ എടുക്കാൻ എനിക്ക് കഴിഞ്ഞു. കാരണം ഞാനൊരു പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫറായിരുന്നു. അബുദാബിയിൽ നിന്ന് ദുബായിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഗൾഫ് ന്യൂസ് എന്ന പത്രത്തിൻ്റെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫർ കാരണം അവിടെ ആരും ഏത് കലാകാരന്മാരും, അത് ബോളിവുഡിലായിക്കോട്ടെ ഹോളിവുഡിലായിക്കോട്ടെ മലയാള സിനിമാ രംഗത്തോ കായിക രംഗത്തും പല വ്യക്തിത്വങ്ങളും വലിയ വലിയ ആൾക്കാരൊക്കെ ബന്ധപ്പെടാൻ കഴിഞ്ഞത് എൻ്റെ ഈ ജോലിയാണ്. അന്നും എൻ്റെ മനസ്സിൽ മാപ്പിളപ്പാട്ടിനോടും മാപ്പിള കലകളോടും മറ്റ് സംഗീതത്തോടും വളരെ ആഭിമുഖ്യം പുലർത്തിയിരുന്ന കാലഘട്ടമായിരുന്നു. ഞാനത് ലീവിന് വരുമ്പോഴൊക്കെ കുഞ്ഞാമാഷോട് ചോദിക്കും നമുക്കൊന്ന് പോകണ്ടേ ഗൾഫിലേക്ക്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് കുഞ്ഞാമത് മാഷ് സ്കൂൾ അധ്യാപകനെ കണ്ണൂരിലേക്ക് പോയി, അസം മാഷ് പോയി, അങ്ങനെ പലരും പല ഭാഗത്തായി പോയതുകൊണ്ട് ഒരു ഏകോപിപ്പിക്കാൻ ഒന്നും കഴിഞ്ഞില്ല. എന്നാലും അന്നത്തെ തലമുറയിൽപ്പെട്ട മൂന്നാമത്തെ തലമുറയിൽപ്പെട്ട കുട്ടികൾ ഇന്നും ആ പട്ടേരി വോയിസിൻ്റെ പാട്ടുകൾ പാടി നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നുണ്ട്. അത് അത്രയും നല്ല നിലയിൽ പാട്ട് പാടുന്ന കുട്ടികളായിരുന്നു. ഇപ്പോൾ ഹിബ, സിലു ഇവരൊക്കെ ഒരുപാട് ആൽബങ്ങളിലും പാടിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് സച്ചിൻ തെണ്ടുൽക്കറെ പറ്റി സിലു ഒരു ഹിന്ദി ഗാനം പാടി അവതരിപ്പിക്കുകയുണ്ടായി. അതുപോലെ ഹിബക്ക് ഒരുപാട് ആൽബങ്ങളിൽ ഈ പാടാനും നല്ല നല്ല പാട്ടുകൾ പാടാനും അവൾക്ക് നല്ലൊരു കഴിവുണ്ട്. ഏതായാലും ആദമിനെ പറ്റിയാണ് പറയുന്നത്. ആദം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 70കളിൽ ആദമിനോട് ഒരു ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിരിക്കും, ഞങ്ങൾ പാട്ടിനെ പറ്റി പറയും. അന്നത്തെ സ്പോട്ടിൽ കൗണ്ടർ അടിക്കുന്ന ഒരാളായിരുന്നു അതും. ആരും വന്നാലും ഒരു തമാശ അല്ലാതിരിക്കില്ല, ഒരുപാട് തമാശകൾ. അതുകൊണ്ടാണ് അവൻ്റെ അടുത്ത് ആരും പോയിരിക്കും, സമയം പോകുന്നത് അറിയില്ല. ഏതായാലും കഴിഞ്ഞ കുറേ കാലമായി ഗൾഫിൽ നിന്ന് തിരിച്ചെത്തി ഇവിടെ സെറ്റിലായപ്പോൾ വീണ്ടും ഒന്ന് പുനരുദ്ധിപ്പിക്കാൻ നോക്കിയപ്പം ഒരുപാട് ക്ലബ്ബുകളും പാട്ടുകാരും കലാകാരന്മാരും ഒന്നാമത്തെ ഈ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഈ കലാകാരന്മാരെയും കലാകാരികളും അവരെ കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോൾ സ്വമേധയാ ഞങ്ങളും അങ്ങനെ വീണ്ടും ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് പട്ടേരി വോയിസ്. ആദമിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. തീർത്ത് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ. ഞങ്ങൾ എവിടെയെങ്കിലും ഗാനമേളയ്ക്ക് പോയാൽ കൂടുതൽ സമയം ഗ്രീൻ റൂമിലിരിക്കുമ്പോൾ അവിടെ വെച്ച് തമാശ പഠിക്കുക, ആർക്കും ശല്യമില്ലാത്ത തമാശകൾ. പക്ഷേ ആ സമയത്ത് നമ്മൾ തിരിച്ചില്ലെങ്കിലും വീണ്ടും തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ഉറങ്ങാൻ കിടക്കുമെന്ന് ആദ്യം പറഞ്ഞ തമാശയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ആ വെട്ടിച്ചിരിക്കുക. അങ്ങനത്തെ തമാശകളായി വരും, ആർക്കും ഉപദ്രവമില്ലാത്ത തമാശകൾ. അത് അതിന് തബല വായിക്കുന്ന ഒരു ഭാസ്കരനുണ്ടായിരുന്നു നെന്മണ്ടല്ലേ, അദ്ദേഹം നല്ല തമാശക്കാരനാണ്. അദ്ദേഹം മരിച്ചുപോയി. പാരീസ് ചന്ദ്രൻ മരിച്ചുപോയി, ശിവാനന്ദൻ മരിച്ചുപോയി. അവരൊക്കെ നല്ല നല്ല പാട്ടുകളും വായിക്കുകയും എല്ലാ ഉപകരണങ്ങളും കൈകാര്യം ചെയ്യുന്ന നല്ല കലാകാരന്മാരായിരുന്നു. അന്നൊന്നും ഇത്തരം സോഷ്യൽ മീഡിയകളൊന്നും വിപുലമല്ലാത്ത കാലത്ത് ഞാൻ ഇതാണ് അന്നൊക്കെ എങ്ങനെയായിരുന്നു ഗാനമേള നടത്തിയത്. സാധാരണ ഒരു മൈക്കും ഒരു ആംപ്ലിഫയറും മാത്രമുള്ള കാര്യം. ഇന്ന് 20,000 വാട്ട്സ് ഉള്ള പാട്ട് ഓർക്കസ്ട്രൻ്റെ സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇന്ന് പാട്ട് പാടാൻ പറ്റുള്ളൂ. അന്ന് ഞങ്ങളെങ്ങനെ പാടിയിരുന്നതെന്ന് അറിയില്ല. കുഞ്ഞാമത് മാഷ ആദ്യ കല്യാണത്തിന് അവിടെ ഒരു പന്തലിട്ട് അന്ന് എൻ്റെ അടുത്ത് ആ ഫോട്ടോസൊക്കെ ഉണ്ട്. നമ്മളെ ഈ അടുത്ത് മരിച്ചുപോയ കോഴിക്കോട് വെള്ളയിലെ സംഗീതജ്ഞൻ, അയാൾ വന്ന് പാട്ട് അത് കൂട്ടത്തിൽ തബല വായിച്ചിരുന്നത് കോഴിക്കോട് അബ്ദുൽ ഖാദറായിരുന്നു, കോഴിക്കോട് അബൂബക്കർ. അതൊക്കെ വളരെയധികം അന്ന് അത്ര പോപ്പുലർ. ഇന്നിപ്പോൾ ആ ഫോട്ടോസൊക്കെ എൻ്റെ അടുത്ത് കയ്യിലുണ്ട്. ഫോട്ടോസൊക്കെ എടുത്ത് വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഏതായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ആദമിൻ്റെ അനുസ്മരണം അത് അദ്ദേഹത്തിൻ്റെ കലയോടുള്ള അല്ലെങ്കിൽ ആസ്വാദകർ എന്ന നിലയിൽ വളരെയധികം പോപ്പുലറായി. ഈ പ്രാഥമികമായ ക്ലാസിക്കൽ സംഗീതത്തെ പറ്റിയോ
പിന്നെ പാട്ടിനെ പറ്റിയൊന്നും അന്ന് പഠിച്ചിട്ടില്ലായിരുന്നെങ്കിലും പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം എല്ലാം നേടി, സ്വന്തം കഴിവുകൊണ്ട് എല്ലാം നേടിയെടുത്തൊരു മഹാനായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തെ വ്യക്തികളിൽ നിന്നും വിഭിന്നനാക്കുന്നത്. കാരണം ഇന്ന് വലിയ വലിയ ജഡ്ജിമാരും പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടെങ്കിലും ആദം എടുത്ത അതിന് പാട്ട് പഠിക്കാനും ജഡ്ജ്മെൻറ്റ് അറിയാനൊക്കെ എടുത്തൊരു എന്താ പറയുക, ത്യാഗത്തിൽ കൂടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് മാത്രം അർഹതപ്പെട്ടതാണ്. കാലങ്ങൾ കഴിഞ്ഞാലും ലോകം കഴിഞ്ഞാലും ആദമിനെ മറക്കില്ല. അത് പാരമ്പര്യം അവിടെ തന്നെ നിൽക്കും. ഏതായാലും ഈ ഒരു അവസരം തന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ആരിലും ഹുപ്പും നീയേ, റഹ്മാനും റഹീമായ രക്ഷകൻ നീയേ. അഹദായേ റബ്ബും നീയേ, ആരിലും ഹുബ്ബും നീയേ. അഹദായേ റബ്ബും നീയേ, ആരിലും ഹുബ്ബും നീയേ. റഹ്മാനും റഹീമായ രക്ഷകൻ നീയേ. അഹദായേ റബ്ബും നീയേ, ആരിലും ഹുബ്ബും നീയേ. റഹ്മാനും റഹീമായ രക്ഷകൻ നീയേ. സഹിതഗണാകെയും നീയാണേ, സകലതും കഴിയുന്ന ഭയ്യാണേ. സഹിതണലാകെയും നീയാണേ, സകലതും കഴിയുന്ന ഹയ്യാണേ. റഹ്മത്തും ബർക്കത്തും നീളമത്തും ചൊരിയുന്ന റഹീമായോനേ, റഹീമായോനേ, റഹീമായോനേ. അഹദായേ റബ്ബും നീയേ, ആരിലും ഹുബ്ബും നീയേ. റഹ്മാനും റഹീമായ രക്ഷകൻ നീയേ. അഭയത്തിനാശിക്കും പാവങ്ങൾ, അനുദിനം കേടുന്നു ജീവങ്ങൾ. അഭയത്തിനാശിക്കും പാവങ്ങൾ, അനുദിനം കേടുന്നു ജീവങ്ങൾ. സുബ്ഹാന സ്തുതിയെല്ലാം നിനക്കാണ് തരണം, കാരണം കോനേ, കാരണം കോനേ, കാരണം കോനേ. അഹദായേ റബ്ബും നീയേ, ആരിലും ഹുബ്ബും നീയേ. റഹ്മാനും റഹീമായ രക്ഷകൻ നീയേ.
ഇരുകരം നീട്ടിയിരക്കുന്നേ ഇർഹം യാ റഹീമായോനേ. ഇരുകരം നീട്ടിയിരക്കുന്നേ ഇർഹം യാ റഹീമായോനേ. അരുളണം പൊരുളുകൾ അനുദിനം അനുഗ്രഹം ആദിലായോനേ, ആദിലായോനേ, ആദിലായോനേ. അഹദായേ റബ്ബും നീയേ, ആരിലും ഹുബ്ബും നീയേ, റഹ്മാനും റഹീമായ രക്ഷകൻ നീയേ. അഹദായേ റബ്ബും നീയേ, ആരിലും ഹുബ്ബും നീയേ, റഹ്മാനും റഹീമായ രക്ഷകൻ നീയേ. അതുപോലെ പട്ടേരി വോയിസിൻ്റെ പ്രവർത്തകരെ, ഇന്നിവിടെ നല്ലൊരു ഗാനവിരുന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. മപ്രല അക്കാദമിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് പ്രിയപ്പെട്ട ആദം മാഷിനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. ആദം മാഷിന് അവസാനമായിട്ട് ഒരു അവാർഡ് നൽകാൻ, PT അബ്ദുറഹ്മാൻ സ്മാരക 1ാമത് അവാർഡ് നൽകാൻ വേണ്ടി മപ്രല അക്കാദമിയുടെ ഞങ്ങളുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു അഭിമാനത്തോടു കൂടി ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പകാലം മുതൽ തന്നെ കണ്ടു വളർന്നിട്ടുള്ള പ്രിയപ്പെട്ട ആദം മാഷിനെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതോടൊപ്പം ഇന്നും നാളെയുമായിട്ട് കോഴിക്കോട് ജില്ലയിലെ 11 ചാപ്റ്ററുകളിൽ ഇതേപോലത്തെ ഈദ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യ പ്രോഗ്രാം നടക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ ഈ കൊടുവള്ളി ചാപ്റ്ററിലാണ്. കൊടുവള്ളി ചാപ്റ്റർ കമ്മിറ്റിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. ആദം നെടിയാനാടിനെ പറ്റിയിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള അബൂബക്കർ സാഹിബ് ഒരു ഗാനം എഴുതിയിട്ടുണ്ട്. യാസിർ ചളിക്കോട് ആ ഗാനം ഇവിടെ ആലപിക്കുന്നു. അവരുടെ കുടുംബം പോകുന്നതിന് മുമ്പ് അത് പാടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവിടെ കുടുംബങ്ങളൊക്കെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ ഒരു ചാൻസ് ഞാൻ ആദ്യം പാടിയതാണ്. ഉദ്ഘാടനം ഞാനാണ് പാടിയത്. അപ്പോൾ അബൂബക്കർക്ക പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തിൻ്റെ രചന, അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ പാടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇത് മ്യൂസിക് ഒന്നും ഇല്ലാതെയാണ് ഞാൻ പാടുന്നത്. ഇതിൽ നിങ്ങൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കലാകാരന്മാരാണല്ലോ. അപ്പോൾ നിങ്ങളെ ഒരു കൈത്താളത്തിൽ ഞാനിത് പാടുന്നു. പാടി തുടങ്ങിയ ശേഷം നിങ്ങളൊന്ന് കൈയടിച്ച് താളം പിടിക്കാം. അഭിമാനത്താലേ നമ്മോർക്കുന്ന പൂവാണ് ആദം നെടിയാനാടെന്നൊരു പേരാണ്. നാടാകെയൊപ്പന കലയുടെ മാധുര്യം പകർന്നോരു ദേഹം മറഞ്ഞങ്ങ് പോയല്ലോ. നാടിനും നാട്ടാർക്കും നന്മ പകർന്നല്ലോ. നാടിൻ്റെ അഭിമാനം വിണ്ണിൽ ഉയർന്നല്ലോ. മാപ്പിള പാട്ടിനെ സ്നേഹിച്ച പൂവാണ് മായാതെ മനതാരിൽ പൂക്കും നീലാവാണ്. MJയിൽ സേവനം സുന്ദരമാക്കിയേ പട്ടേരി വോയിസിലും മാധുര്യമേകിയേ. നാട്യങ്ങളില്ലാത്ത കലയുടെ സുൽത്താന, നാടാകെ സുഹൃതം വീരിയിച്ച പൂമാന. പാട്ടീനെ സ്നേഹിച്ചോർക്കെന്നും കൂട്ടാണ്. പൂന്തേൻ പകരുവാൻ എന്നും കൊതിയാണ്. സംഗീതം പൊഴിയുന്ന പുഞ്ചിരി മാഞ്ഞു പോയി. സുഹൃതം വീരിയിച്ച പുണ്യം മറഞ്ഞ് പോയി. അഭിമാനത്താലെന്നും ഓർക്കുന്ന പൂവാണ് ആദം നെടിയാനാടെന്നൊരു പേരാണ്. താങ്ക് യു. സമാധരണീയനായ അധ്യക്ഷൻ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട കലാസ്നേഹികളെ, വളരെ മനോഹരമായൊരു സായാഹ്നത്തിലെ ഒരു അനുസ്മരണ ചടങ്ങിനുള്ള ഔപചാരികമായൊരു നന്ദി പ്രകടനത്തിന് വേണ്ടിയാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. നമുക്കറിയാം, വളരെ വൈകിയാണെങ്കിലും വളരെ വൈകിയാണെങ്കിലും ആദം നെടിയാനാടിനെ കുറിച്ചുള്ള അനുസ്മരണം
ഈ എളേറ്റിൽ വട്ടോളിയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ ഫൈസൽ മാഷ് സൂചിപ്പിച്ച ഒരു കാര്യം നമ്മുടെയൊക്കെ വളരെ സജീവ ശ്രദ്ധയിലുണ്ടാവണം. ബഹുമാന്യനായിരിക്കുന്ന ആദം നെടിയാടിനാടിൻ്റെ പേരിൽ ഒരു അവാർഡ് സംഘടിപ്പിക്കുന്നതിനെ പറ്റി വളരെ കലുഷമായിട്ട് നമ്മൾ ആലോചിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് സുബൈർ മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാന്യനായിരിക്കുന്ന ആദം നെടിയനാടിനെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയത് ബഹുമാന്യനായിരിക്കുന്ന ഫൈസൽ എളേറ്റിലാണ്. അദ്ദേഹത്തെയും ഈ വേദിയിൽ അദ്ദേഹത്തോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ സദസ്സിൽ അധ്യക്ഷം വഹിച്ച മുഹമ്മദ് അലി മാഷ് കട്ടിപ്പാറ, മറ്റ് ഈ സദസ്സ് ധന്യമാക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പരിപാടി തുടരുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.